അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ,
എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വചനം എന്താ നമുക്ക് നിർദ്ദേശം എന്താ അറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ആവശ്യ സമയത്ത് വാഗ്ദാന പേടകത്തെ സമീപിക്കണം. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു, പുതിയ നിയമത്തിൽ അങ്ങനെയാണ്. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടക ഈശോ തന്നെയാണ്. അപ്പോൾ ഈശോ സമീപിക്കണം. ഈശോ സമീപിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ ഈ വരുന്ന 10 ദിവസങ്ങൾ പറയാൻ പോണത്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതിൻ്റെ അടിസ്ഥാന വചനം ഏതാണ്? ഹെബ്രായർ 4:16 വായിച്ചേ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ വേണ്ട സമയത്ത് നമുക്ക് എന്താണ്? കരുണ കിട്ടണം. പിന്നെ എന്ത് കിട്ടണം? കൃപ കിട്ടണം. അപ്പം ഈ കരുണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ മാതാവിനെ, ദൈവത്തിൻ്റെ കരുണ നമുക്ക് കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഈ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഈ 10 ദിവസം പറയണത്. 4:16 ഹെബ്രായർ. എന്താ അത് പറയണത്? വേണ്ട സമയത്ത് കരുണയും കൃപാവരവും പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ കരുണയുടെ സിംഹാസനത്തെ സമീപിക്കാൻ. കരുണയുടെ സിംഹാസനത്തെ സമീപിക്കാൻ പറഞ്ഞത് എന്താണ്? ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് 2 കൊരിന്തോസ് 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഇപ്പം എന്താ വിഷയം എന്ന് പറയുന്നത്? നമുക്കറിയാമല്ലോ, 8855 വാഗ്ദാനങ്ങളാണ് ദൈവം മനുഷ്യർക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഈ സകല വാഗ്ദാനങ്ങളിൽ A to Z കാര്യങ്ങളുണ്ട്. കൃപയുടെ സിംഹാസനം എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മുഴുവൻ വാഗ്ദാനങ്ങൾ 4000 കൊല്ലമെടുത്ത് വെളിപ്പെടുത്തിയ ദൈവവചനത്തിൽ 8855 വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ എന്താണ്? അതേ തന്നെയാണ്. അപ്പം ക്രിസ്തുവിനെ നമ്മൾ ഈ ദിവസം നോക്കാൻ പോണത് എന്താണ്? ക്രിസ്തുവിനെ, സകല വാഗ്ദാനങ്ങളുടെയും സിംഹാസനമായ ക്രിസ്തുവിനെ സമീപിക്കുന്ന ഓരോ ദിവസവും നമ്മൾ ഓരോ വഴികളാണ് അവലംബിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കുക. അപ്പോൾ വാഗ്ദാന പേടകം നിലയിലെ ഹെബ്രായർ 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന വഴികൾ എങ്ങനെയാണെന്ന് അറിയാവോ? നമ്മൾ അതിനുവേണ്ടി ഉടമ്പടി ഉപയോഗിക്കണത് എന്താണ്? ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉടമ്പടി ഉപയോഗിക്കുന്നത് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. അതൊരു ദൈവാന്വേഷണമാണ്. പിന്നെ എന്താണ് കാര്യം? അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിശ്വാസം ജനിക്കും, വളരും നമ്മുടെ വിശ്വാസം. പിന്നെ നമ്മൾ ആതുര സേവനം ചെയ്യും. ഇന്നലെ എന്ത് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഒരു ദിവസം 50 പൊതിച്ചോറ് എൻ്റെ കൈകൊണ്ടുണ്ടാക്കി രോഗികൾക്ക് കൊടുക്കും. എല്ലാ ദിവസവും അത് ചെയ്യണില്ല. എല്ലാ ദിവസവും ചെയ്താൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലല്ല. ചിലപ്പോൾ അല്ലെങ്കിൽ അത്ര കോടീശ്വരന്മാരായിരിക്കണം നമ്മളെ. അങ്ങനെയല്ല. അവർ പറയണത് എനിക്കൊരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 50 പൊടി പൊതിച്ചോറ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പക്ഷേ ഇത് ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ഉടമ്പടിയിൽ ഈ പറഞ്ഞ വചനമാണ്. എന്താണ്? 11:6 ഒന്നൊരു വായിച്ചേ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശ്വാസം. അപ്പോൾ ഇപ്പം ഇതിൻ്റെ വിഷയം വിശ്വാസത്തെ നമ്മൾ പ്രവൃത്തി കൂടെ അതിനെ ചേർക്കുകയാണ്. യാക്കോബ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതാ. അപ്പം നമ്മളെ ചില വിശ്വാസം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ
ചുമ്മാ വിശ്വസിക്കുക, ഞങ്ങൾക്ക് വിശ്വാസിക്കുക മാത്രം ചെയ്യും. പക്ഷേ ആ വിശ്വാസത്തിന് 2 തരമുണ്ട്. സജീവ വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ട്. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് പാരമ്പര്യമായിട്ടുള്ള നിർജീവ വിശ്വാസമല്ല, സജീവ വിശ്വാസമാണ്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, ഇല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് അതിൽ ആതുര സേവനമുണ്ട്, വചന വായനയുണ്ട്. ഇതെല്ലാം ഈ ഹെബ്രായർ 11:6 അനുസരിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാനുള്ള വഴികളാണ്. അതൊരു വായിച്ചേ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന വഴികളാണ് ഉടമ്പടിയിലുള്ള പരസ്യ പ്രവർത്തികളും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വചന വായനയും അതിൻ്റെ ഉള്ള എല്ലാ ആത്മീയ അഭ്യാസങ്ങളും. അപ്പോൾ ആ ഒരു ദൈവാന്വേഷണമാണ്. മാതാവനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിൻസി പിൻഡോ. ഞങ്ങൾ UK നിന്ന് വരുന്നു. നാട്ടിൽ ഞങ്ങൾ മഞ്ഞപ്ര. ഇതെൻ്റെ ഹസ്ബൻഡ് പിൻഡോ. ഇതെൻ്റെ മൂത്ത മകൻ അലൻ, ഇളയ മകൻ ആരോൺ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങൾ ഈ അൾത്താരയിൽ ഉയർത്തിയതിന് പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ കഴിഞ്ഞ 13 വർഷമായിട്ട് ഞങ്ങൾ കുവൈറ്റിലായിരുന്നു. അപ്പം ഞാൻ 3 പ്രാവശ്യം OET എക്സാം എഴുതി. പക്ഷേ എൻ്റെ കഴിവ് കൊണ്ട് ഒരിക്കലും അത് പാസ്സാവില്ല. അപ്പോൾ വചനം എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് കിട്ടായിരുന്നു യെശയ്യായുടെ പുസ്തകം, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ആ വചനം എനിക്ക് എപ്പോഴും കിട്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം OET എക്സാം അറ്റൻഡ് ചെയ്ത് നാട്ടിൽ വന്നാണ്. അന്നേരം ഞങ്ങൾക്ക് കുവൈറ്റിൽ OET സെൻറ്റർ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കുവൈറ്റിൽ ഒരു OET സെൻറ്റർ വന്നു. അവിടുത്തെ എക്സാമിന് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തു. ആ എക്സാമിൽ ഞാൻ പാസ്സായി. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ആ എക്സാമിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ കരുതിയിരുന്നു. ഉടമ്പടി തൈലം തൂത്തിട്ടാണ് പോയത്. ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചിരുന്നു. ആ എക്സാമിൽ ലിസണിങ്ങിൽ ഞാൻ കുറച്ച് കേട്ട് തുടങ്ങിയത് പിന്നെ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാനൊന്നും കേട്ടില്ല. ഞാൻ എന്തെഴുതിയെന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ റീഡിങ് ആയാലും ടഫായിരുന്നു. ആ എക്സാമിന് OETയുടെ ഭാഗത്തുനിന്ന് 3 ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി. അപ്പോൾ ആ 3 ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ എനിക്ക് കറക്റ്റ് 350 കിട്ടി, B ഗ്രേഡ് കിട്ടി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു സ്പീക്കിങ്ങിന്. അപ്പോൾ അതിൻ്റെ ഇൻ്റർലൊക്കേറ്ററായിട്ട് വന്ന ആളുടെ പേര് മേരി എന്നായിരുന്നു. അവിടെയും മാതാവിൻ്റെ സാമീപ്യം ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ഹസ്ബൻഡും മക്കളും കുവൈറ്റിലായിരുന്നു. ഞാൻ UKയിലോട്ട് പോയി. ഇവരുടെ വിസ 1 മാസത്തിനുള്ളിൽ തീരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമായിരുന്നു. അവിടെ ചെന്ന് നമ്മൾക്ക് അവിടെ NHSൻ്റെ തന്നെ 1 മാസത്തേക്ക് അക്കോമഡേഷൻ കിട്ടി. പക്ഷേ ഇവരെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് റൂം റെൻറ്റിന് എടുക്കണമായിരുന്നു. പക്ഷേ പുതിയ സ്ഥലം നമുക്ക് അങ്ങനെ അറിയില്ല കാര്യങ്ങൾ. പക്ഷേ ആ 1 മാസത്തിനുള്ളിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ അവിടെ ഒരു പ്രസൻസ് ചോദിച്ചായിരുന്നു. എനിക്ക് കിട്ടിയ ഫ്ലാറ്റ് നമ്പർ 13 മെയ് 13 തൊട്ട് ഒക്ടോബർ 13 വരെയാണ് മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് മാതാവിൻ്റെ ഒരു പ്രസൻസായിട്ട് ഞാൻ കരുതണു. അതുപോലെ തന്നെ കറക്റ്റ് 1 മാസത്തിനുള്ളിൽ ഇവർ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനുശേഷം എൻ്റെ OSCE എക്സാം ആയിരുന്നു. ഇവർ വന്ന ദിവസങ്ങൾക്കുള്ളിലായിരുന്നു. കറക്റ്റ് ഈ റൂം റെൻറ്റിന് കിട്ടണമെങ്കിൽ വ്യൂവിങ്ങിനൊക്കെ പോകണമായിരുന്നു നമുക്കവിടെ. അപ്പോൾ എൻ്റെ OSCEയുടെ എക്സാമിന് മര്യാദയ്ക്ക് എനിക്ക് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. OSCE എക്സാമിന് പോയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിൽ കരുതിയിരുന്നു. നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. OSCE എക്സാമിന് എനിക്ക് അതിനുള്ള കഴിവോ പ്രാപ്തിയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. എൻ്റെ നിന്ന് പല മിസ്റ്റേക്കുകൾ പറ്റി. പക്ഷെ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ ഇനി ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളൊരു പ്രാപ്തി എനിക്കില്ല, അമ്മേനെ സഹായിക്കണമെന്ന്. ഞങ്ങളുടെ ബാച്ചിൽ 23 പേരാണ് OSCE എക്സാം അറ്റൻഡ് ചെയ്തത്. അതിനകത്ത് 7 പേരാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായത്. അതിനകത്ത് ഒരാളായിട്ട് മാതാവ് എന്നെ ഉയർത്തി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രം മാതാവ് നേടി തന്നതാണ് ഈശോയിൽ നിന്ന് എനിക്ക്. അതിന് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതിനുശേഷം ഹസ്ബൻഡിൻ്റെ ലൈസൻസ് കഴിഞ്ഞ 13 വർഷമായിട്ട് കുവൈറ്റിൽ ഞങ്ങൾ വണ്ടി ഓടിക്കേണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിന് വണ്ടി ഓടിക്കാനുള്ള പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാംഗ്വേജ് ഒരു പ്രശ്നമായിരുന്നു. 2 പ്രാവശ്യം ഹസ്ബൻഡ് അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. 3ാമത്തെ പ്രാവശ്യം അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു, അമ്മയെ ഞങ്ങളെ സഹായിക്കണേ ഈശോയോട് പറഞ്ഞ്. അങ്ങനെ ഹസ്ബൻഡ് എക്സാമിന് പോയപ്പോൾ ഒരു ലേഡിയാണ് എക്സാമിനറായിട്ട് വന്നത്. ആ പ്രാവശ്യം ഹസ്ബൻഡിന് എക്സാം പാസ്സായി. അതിൻ്റെ റിസൾട്ട് ഇമെയിൽ വന്നത് ഏകദേശം 2:27 ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്. അതും മാതാവിൻ്റെ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് അതിൽ ഫീൽ ചെയ്തു. അതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.
അതുപോലെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പലവിധ രോഗസൗഖ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സമയ ചുരുക്കത്തിലെല്ലാം ഇവിടെ പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ ഇളയ മോന് ആരോണിന് അവൻ്റെ പുറകിലായിട്ട് ഒരു ചെറിയ കുരു പോലെ ഉണ്ടായിരുന്നു. അത് 7-8 മാസമായിട്ട് ചെറിയ കുരുവായിരുന്നു. ഇടയ്ക്ക് അത് വലുതായി വന്നു. പിന്നെ അത് വലിയൊരു ബ്ലിസ്റ്റർ പോലെ വന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ ഇച്ചിരി പ്രശ്നമാണെന്നെങ്കിൽ തോന്നി. അതിന് സ്കിൻ ബയോപ്സി ഒക്കെ എടുക്കേണ്ടി വരും. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡിനോട് ഞാൻ ആദ്യം പറഞ്ഞില്ല. ഞാൻ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചു. ഞാൻ പിന്നെ ഉടമ്പടി നേർച്ചവസ്തുവായി തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുരു ചെറുതായി ഇപ്പം അതിൻ്റെ ഒരു ചെറിയൊരു കറുത്ത മാർക്ക് മാത്രമേ ഉള്ളൂ. ആ കുരു പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ മൂത്ത മോൻ അലൻ, അവൻ്റെ വയറിന് താഴെയായിട്ട് ചെറിയൊരു മുഴ പോലെ ചെറുതായിട്ട് വന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് പേടിയാവണം, ഇതന്നെ അമ്മയെ ഇതെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് കൊച്ചിന് ചെറിയ പെയിൻ ഉണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവായ വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇത് പോയിക്കോളും, മാറിക്കോളും, നീ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തു. അവൻ്റെ ആ മുഴ അങ്ങ് ചുരുങ്ങി ഇല്ലാണ്ടായി മാറി. ആ രോഗസൗഖ്യത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യണത് പാവപ്പെട്ടവരെ പറ്റണ പോലെ സഹായിക്കാറുണ്ട്. ഞാൻ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യണത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യണത് ജെറിയാട്രിക് വാർഡാണ്. ഡിമെൻഷ്യ, ആൽഷിമേഴ്സ് ഒക്കെ ബാധിച്ച പേഷ്യൻ്റ്, കൺഫ്യൂസ്ഡ് പേഷ്യൻ്റ് ആയിരിക്കും ഓൾമോസ്റ്റ്. പക്ഷെ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് എൻ്റെ രോഗികളെ ഞാൻ പരിചരിക്കാറുണ്ട്. ഞാൻ എൻ്റെ രോഗികളിൽ എൻ്റെ ഈശോനെ കാണാറുണ്ട്. എൻ്റെ രോഗികളുടെ കണ്ണിൽ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഈശോനെ കണ്ടിട്ട് ഈശോയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ഞാൻ എൻ്റെ രോഗികളിൽ ചെയ്യാറുണ്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻ്റ് എന്നോട് ചോദിച്ചു, നീ എന്താ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ട് നടക്കണ തിരക്ക് വരുമ്പോഴും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു കാത്തലിക്കാണ്, ഞാൻ എൻ്റെ ഈശോയിനെയാണ് ഈ പേഷ്യൻസിൽ കാണുന്നത്. അപ്പോൾ ആ പേഷ്യൻ്റ് ഒരു ഏകദേശം 80 വയസ്സുണ്ട്, 78. പേഷ്യൻ്റ് നോൺ ക്രിസ്ത്യൻ ആയിരുന്നു. എന്നോട് ചോദിച്ചു, ഞാനും ഒരു കാത്തലിക് ആയിക്കഴിഞ്ഞാൽ എനിക്കിതുപോലെ ഈശോയിനെ മറ്റുള്ളവരിൽ കാണാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു. അതെനിക്ക് വലിയ ഒരു സന്തോഷമായി. ഞാൻ ദൈവനാമത്തിന് മഹത്വം പറയുന്നു. അതുപോലെ തന്നെ പറ്റണ പോലെ പരിശുദ്ധ കുർബാനയിൽ അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, അമ്മേ മാതാവേ, ഈ അനുഗ്രഹത്തേക്കാൾ ഉപരി അഭിഷേകത്തിനായിട്ട് ഞങ്ങൾ ഒരുക്കണേ. നമ്മുടെ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ, അനുഗ്രഹങ്ങൾ നമുക്ക് വന്നും പോയിരിക്കും, പക്ഷെ നമ്മൾ അഭിഷേകത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധ കുർബാന ആവുന്നത്ര കുർബാനയെ അനുഭവിക്കാനുള്ളൊരു കൃപ ദൈവം തന്നു. എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ ഓഫ് കിട്ടുമ്പോഴൊക്കെ കുർബാനയുള്ള പള്ളികളെ തേടി ചിലപ്പോൾ നടന്നിട്ടായിരിക്കും പോണത്. എന്നാലും കുർബാനയിൽ ഈശോയെ ആരാധിക്കാനുള്ള, ഈശോയ്ക്ക് ഏറ്റവും സന്തോഷമുള്ളത് നമ്മൾ കുർബാനയിൽ ഈശോയുടെ അടുത്ത് അണയണതാണ് ഈശോയ്ക്ക് ഏറ്റവും സന്തോഷം. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മേലത്തെ ഫ്ലോറിൽ ചാപ്പലുണ്ട്. അവിടെ ദിവ്യകാരുണ്യ ഈശോ ഉണ്ട്. പരസ്യമായിട്ടല്ല, എന്നാലും ഈശോ ദിവ്യകാരുണ്യ സക്രാരിലുണ്ട്. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മാക്സിമം ഈശോയുടെ അടുത്ത് ഓടി ചെല്ലും. ഒന്ന് ഈശോയുടെ അടുത്ത്, ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയുടെ അടുത്തായിരിക്കും. പിന്നെ അങ്ങനെ ചെല്ലാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒരു പ്രാർത്ഥന വന്നു, ലോകമെമ്പാടുമുള്ള സക്രാരികളിൽ ഏകാന്തനായി വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ലോകമെമ്പാടുമുള്ള പാപികൾ അങ്ങയുടെ ദിവ്യകാരുണ്യത്തിനെതിരായി ചെയ്യുന്ന എല്ലാ നിന്ദാപമാനങ്ങൾക്കും പരിഹാരം ചെയ്തുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയെ ഞാനിങ്ങനെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ ഒരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. ഞാനിപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ പോയിരുന്ന് ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ ഡ്യൂട്ടി കഴിയുമ്പോഴും ഹസ്ബൻഡിന് നൈറ്റിന് പോകണം. എന്നിരുന്നാലും ഞാൻ ഡ്യൂട്ടി കഴിയുമ്പോൾ ഓടിച്ചെല്ലി ഈശോയുടെ അടുത്ത് ചെന്നിട്ടേ ഞാൻ വരാറുള്ളൂ. അപ്പോൾ ഹസ്ബൻഡൊക്കെ എന്തിനാ നീ വൈകിയെന്ന്, പക്ഷേ ഞാൻ ഈശോയുടെ അടുത്തൊന്നും ഇരുന്നിട്ടേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചില ദിവസങ്ങളിൽ എനിക്ക് ഓടി ചെന്നൊന്ന് മുട്ടുത്തിട്ട് വരാനുള്ള നേരം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈശോ ഉള്ളിൽ പറയാൻ തുടങ്ങി, നീ ആ 1 മിനിറ്റ് വന്ന് എൻ്റെ അടുത്തിരുന്നത് നീ ഒരു ദിവസം എൻ്റെ കൂടെ ആയിരുന്നതിന് തുല്യമാണെന്ന്. അതെല്ലാം ഈ ഉടമ്പടിക്ക് ശേഷം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലായിരിക്കാനായിട്ടുള്ള കൃപ കിട്ടിയതെല്ലാം എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഉടമ്പടി പ്രാർത്ഥന കൂടാറുണ്ട്, ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്. മറ്റുള്ളവർക്ക്, മക്കളില്ലാത്തവർക്ക്, രോഗികൾക്ക് അവരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് അവർക്ക് ഞാൻ സാക്ഷ്യങ്ങളിൽ പങ്കുവെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ആരെ കണ്ടാലും ആരോട് എന്ത് സംസാരിച്ചാലും ഞാൻ ഈശോനെ പറ്റി അവർക്ക് കൊടുക്കാറുണ്ട്. കൃപാസനം, പ്രസാദവര മാതാവിനെ പറ്റി അവർക്ക് പങ്കുവെച്ച് കൊടുക്കാറുണ്ട്. പലരെയും ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ സഹായിച്ചു കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ചെയ്യാറുള്ളത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഈശോയുടെ 2ാം വരവിനായിട്ട് നമ്മളെ ഒരുക്കുന്ന ഒരു ആലയമാണ് കൃപാസനം. കൃപാസനത്തിൽ അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ സാക്ഷ്യം പറയാനും അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജീവനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ഈ അൾത്താരയിൽ കയറി നിൽക്കാനുള്ള യോഗ്യത എനിക്ക് ഒട്ടുമില്ല. കാരണം ഉടമ്പള്ളിയിൽ എനിക്ക് പോരായ്മകൾ വന്നിട്ടുണ്ട്. അപ്പം അമ്മ ഒരു അടയാളം തരണേ. അവിടെ നിന്ന് എന്നോട് കൗൺസിലർ പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞോളാം, പക്ഷേ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല.
അപ്പോൾ നമ്മുടെ ഉടമ്പടി പ്രദക്ഷിണം പോയപ്പോൾ പരിശുദ്ധ അമ്മേനെ വഹിക്കാനുള്ളൊരു കൃപ അമ്മ തന്ന്, അമ്മ അതിനുള്ളൊരു സാക്ഷ്യം പ്രസൻസ് എനിക്ക് തന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷിൻസി പിൻഡോ മഞ്ഞപ്ര തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ, തൻ കുവൈറ്റിലയക്കുമ്പോഴും നാട്ടിൽ നിന്ന് പലതവണ OET 3 തവണ എഴുതിയെങ്കിലും അത് പാസ്സാകാതെ കണ്ട് കടന്നു പോയൊരു അവസ്ഥയിലായിരുന്നാൽ, കുവൈറ്റിൽ വെച്ച് തന്നെയാണെങ്കിലും അവിടെ വെച്ചൊരു OET എക്സാം സെൻറ്റർ വരികയും അവിടെ തനിക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സാകുവാനും സാധിച്ചു. അതോടൊപ്പം തന്നെയാണെങ്കിലും UK സമയച്ചുരുക്കത്തിലാണെങ്കിലും തനിക്ക് OSCE എക്സാം പാസ്സാകുവാനും അതേ തുടർന്ന് മുമ്പോട്ട് പോകുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധ അമ്മയിൽ ലഭിക്കുകയുണ്ടായി. അതേ തുടർന്നാണെങ്കിലും തൻ്റെ ജീവിത പങ്കാളിക്ക് ലൈസൻസും ലാംഗ്വേജ് സംബന്ധമായ കാര്യങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹഫലമായിട്ട് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും കൂടാതെ കണ്ട എല്ലാവിധമായ അനുഗ്രഹങ്ങളും ക്രമീകരണങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് ഈശോയെ കണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും, കാരണം ഇപ്രകാരം ഈശോയെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിലേക്ക് പങ്കുവയ്ക്കുക. ജീവിതം കൊണ്ട് ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ അറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള വലിയൊരു അനുഭവ സാക്ഷ്യമാണ് നമുക്ക് മുമ്പിൽ, അൾത്താരയ്ക്ക് മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷിൻസി പിൻഡോ തൻ്റെ കുടുംബം നമുക്ക് മുമ്പിൽ സാക്ഷ്യം വെക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനിയും ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ സാക്ഷിയാക്കി നന്ദി പറയുന്നു. എൻ്റെ പേര് കനിഷ്ക, ഞാൻ UK നിന്ന് വരുന്നു. എൻ്റെ കൂടെയുള്ള മമ്മി എൻ്റെ ബേബിയാണ്, 8 മാസമായി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022-ലാണ്. അന്നേരം എനിക്കൊരു മിസ്കാരേജ് ഉണ്ടായി 4.5 മാസത്തിൽ. അന്നേരം എൻ്റെ ചാച്ചനും ചേച്ചിയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇതിനനുസരിച്ചാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 90 ദിവസം ഞങ്ങളത് ശരിക്കും നോക്കി. അതിനുശേഷം ഞങ്ങൾക്കത് അത്ര ഇതായിട്ട് പോയില്ല. അത് കഴിഞ്ഞ് 2 വർഷമായപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. അത് സ്കാൻ ചെയ്തപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു, ട്യൂബിലായിരുന്നു. പക്ഷേ ട്യൂബിലാണെന്ന് മാത്രമല്ല, അത് ഓൾറെഡി പൊട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ട്യൂബ് എടുത്തു കളയേണ്ടി വന്നു. അങ്ങനെ റൈറ്റ് സൈഡിൽ ട്യൂബ് എടുത്തു കളഞ്ഞു. അപ്പോഴാണ് ഞാൻ വീണ്ടും രണ്ടാമത് എൻ്റെ ഉടമ്പടി ഒന്നും കൂടെ പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. അങ്ങനെ 2024 ഓഗസ്റ്റ് മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയപ്പോൾ ഞാൻ ഹസ്ബൻഡും എൻ്റെ മൂത്ത കൊച്ചും കൂടിയാണ് വന്നത്. അവന് 8 വയസ്സുണ്ട് ഇപ്പോൾ. അപ്പോൾ 8 വർഷമായിട്ട് ഞങ്ങൾ രണ്ടാമതൊരു കൊച്ചിന് വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു. തിരിച്ച് ഞങ്ങൾ UK ചെന്നു. പക്ഷേ എനിക്ക് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയത് എൻ്റെ ഹസ്ബൻഡിനാണ്. ഹസ്ബൻഡ് അത്ര വിശ്വാസമുള്ളൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. പള്ളിയിലൊക്കെ പോകുമെങ്കിലും വിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ കൃപാസനത്തിൽ വന്ന് ഇവിടെ 2 ദിവസം ഞങ്ങൾ ഇരുന്നു. കാരണം ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. അതൊരു തേഴ്സ്ഡേ ആയിരുന്നു. അപ്പോൾ ഫ്രൈഡേയിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ടാണ് അച്ഛനെ കണ്ടത്. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു സാക്ഷ്യം പറയാൻ വരണമെന്ന്. അപ്പോൾ തന്നെ ഒരു കൺഫേമായി. പക്ഷേ എന്നാലും നമുക്ക് ഉണ്ടല്ലോ, സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു. മാത്രമല്ല, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ മഴവില്ല് കണ്ടിരുന്നു. പുതുക്കിയ സമയത്ത് മാതാവിനെ എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതിയെങ്കിലും നമുക്ക് ഇത്രയും 8 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഓക്കെ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങളിരുന്നു. അച്ഛൻ സൈത്ത് തന്നു. ഞങ്ങൾ രണ്ടുപേരും അടിവയറ്റിൽ തൂത്തു. അതിനുശേഷം പോയി. പിന്നെ ഒരു സ്പെഷ്യൽ കാശുരൂപം തന്നായിരുന്നു. അത് എന്നും പ്രാർത്ഥിക്കണം, മാത്രമല്ല അത് എന്നും ഞങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റിൽ തിരിച്ച് UK ചെന്ന് കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ബ്ലെസ്സിങ് ഞാൻ പറഞ്ഞ പോലെ ഹസ്ബൻഡിനായിരുന്നു. ഹസ്ബൻഡ് അതിനുശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകും, കൊയറിൽ പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതുവരെ ഡ്രീം ചെയ്യാത്തൊരു കാര്യമായിരുന്നു വീട് വാങ്ങണം എന്നുള്ളത്. കാരണം ഞങ്ങൾ ബേബി ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വീട് വാങ്ങാനായിട്ടുള്ള ഒരു അവസരം വന്നു. അതും പെട്ടെന്ന് തന്നെയാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ ആ സമയത്ത് UK ആ ഒരു കാശൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ഞങ്ങളുടെ ഇന്ത്യൻ ഇത് കാണിച്ചിട്ടാണ് അവർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ആ അക്സെപ്റ്റിൽ എല്ലാ പേപ്പർ വർക്കും പോയി. അപ്പോൾ UK ഒരു ബാങ്ക് ബാലൻസും ഇല്ല. ആ സമയത്താണ്
ചെയ്തതാണ്. എന്നിട്ട് പേപ്പർ വർക്ക് ഫൈനൽ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പൈസ അങ്ങോട്ടെടുത്ത് അങ്ങനെയാണ് വീട് വാങ്ങിയത്. ആ വീട് ഞങ്ങൾക്ക് കിട്ടി, കീ കിട്ടി 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ പ്രിപ്പറേഷൻ്റെ സമയത്ത്, അതായത് വീട് മാറി വേറൊരു വീട്ടിലേക്ക് പോകുന്നതിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് കാശുരൂപം മിസ്സായി പോകണ്ടല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ മാലയിലിട്ടായിരുന്നു. അതായത് നീല കാശുരൂപവും മറ്റേ അച്ഛൻ തന്ന സ്പെഷ്യൽ കാശുരൂപം അവിടെ കഴുത്തിലിട്ടു. അവിടെ ചെന്നിട്ട് പിന്നെ സൂക്ഷിച്ച് വെക്കാമല്ലോ എന്നുള്ള രീതിയിൽ അതിട്ട് ഞങ്ങൾ പുതിയ വീട്ടിൽ കയറി 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കൺസീവ് വന്നറിഞ്ഞു. അതൊരു ഏപ്രിൽ മാസത്തിലാണ്, 2025 ഏപ്രിൽ മാസത്തിൽ. അങ്ങനെ ഡിസംബർ 11 ഞങ്ങൾക്ക് ബേബികളുണ്ടായി. ഹെൽത്തി ആയിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്ത് പ്രശ്നം വന്നാലും ഞാൻ അപ്പോൾ പറയും മാതാവിനോട്, മാതാവേ നീ തന്ന കുഞ്ഞാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവരുത്, എനിക്കിവിടെ സാക്ഷ്യം പറയണം. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നങ്ങളും ആ സമയത്തുണ്ടായാലും എനിക്ക് ബ്ലഡ് കുറവുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം മാറിക്കിട്ടി. ബേബി 12-നായിരുന്നു പറഞ്ഞിരുന്നത്, ഡെലിവറി ഡേറ്റ് 11-ന് വന്നു. പക്ഷെ അപ്പം തന്നെ അവിടെ ഡോക്ടേഴ്സ് ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷെ അപ്പം തന്നെ ഡോക്ടേഴ്സ് വിത്തിൻ 3 hours സിസേറിയൻ ചെയ്ത് ബേബിനെ എടുത്തു. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ ബേബിനെ തന്നു. ബേബിക്ക് ആ സമയത്ത് അവിടെ ഭയങ്കര ഫ്ലൂ ആയിരുന്നു. മൂത്ത കുട്ടിക്കും പിടിച്ചു, ഹസ്ബൻഡൊക്കെ ഫ്ലൂ ആയിരുന്നു. ബേബിനെ നോക്കിക്കൊണ്ട് ഹസ്ബൻഡാണ്. പക്ഷേ കൊച്ചിന് ഇതുവരെ ഒരു ജലദോഷമോ കഫക്കെട്ടോ ഒന്നും വന്നിട്ടില്ല. കാരണം ഞങ്ങൾ ആദ്യമേ ബേബീനെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ എണ്ണ തൂത്തിട്ടാണ് പോയത്. ആ എണ്ണ എൻ്റെ നെറ്റിയിൽ നിന്ന് ബേബിയുടെ നെറ്റിയിലേക്ക് തൈലം അപ്പോൾ തന്നെ തൂത്തായിരുന്നു. അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. ഇതുവരെ ബേബിക്ക് ഒരു ജലദോഷം പോലും വന്നിട്ടില്ല, ഒരു പനിയോ ജലദോഷമോ ഒന്നും വരാതെ ഇത്ര നാൾ 8 months ആയി ബേബീനെ മാതാവ് പ്രത്യേകം സൂക്ഷിക്കുന്നു. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഒന്നും ഇത്ര 8 വർഷമായിട്ട് ഞങ്ങൾ നോക്കിയിട്ട് ഒരു കുഞ്ഞിനെ കിട്ടാതിരുന്നിട്ട് മാതാവ് തന്ന കുഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഡിസംബറിൽ വരാനിരുന്നാണ്. അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 2 വർഷമായിട്ട് UK ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, കിട്ടില്ല. പക്ഷേ ബേബി ഉണ്ടായിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് 20 daysനുള്ളിൽ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ഡേറ്റ് കിട്ടി. ഭയങ്കര പാടായിരുന്നു, കിട്ടി. അത് 7 ക്ലാസ്സസിൽ പോയുള്ളൂ. ഒരു തെറ്റും അവർക്ക് പറയാത്ത രീതിയിൽ എനിക്ക് ഫസ്റ്റ് ചാൻസിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തന്നു. അതും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കാരണം സമയ ചുരുക്കം എനിക്ക് ഭയങ്കരമായിട്ട് അതിനകത്ത് ഫീൽ ചെയ്തു. 2 വർഷം ഞാൻ എന്തൊക്കെ കാണിച്ചെന്നറിയത്തില്ല. പക്ഷേ മാതാവിൻ്റെ ഉപ്പിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്, പ്രാക്ടിക്കൽ എക്സാമിന് പോയത്. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു തെറ്റും അവർക്ക് പറയാനില്ല. അവരാകെപ്പാടെ പറഞ്ഞത് ഗ്ലാസ് കണ്ണാടി നോക്കിയില്ല എന്ന് മാത്രം ഒരു സമയത്ത്, അല്ലാണ്ട് ഒരു മേജർ മിസ്റ്റേക്സ് എൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ല. അങ്ങനെ അതും കിട്ടി. പിന്നെ 4-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്താണ് എനിക്കൊരു കരിയർ പ്രോഗ്രഷന് വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു റീസൺ പറയും. അവർ ഞാൻ ആപ്ലിക്കബിളാണ്, എലിജിബിളാണ്, പക്ഷെ തരില്ല. പക്ഷേ ഈ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തു. അവർ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ പിറ്റേ ദിവസം റിജക്ഷനായിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ മാതാവിന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, സമയമാകുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ എന്നെ ലൈൻ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഇലക്ട്രോണിക് എററാണ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അതിൽ എനിക്ക് ആ ജോലിയും തന്നു. അങ്ങനെ എനിക്ക് അവിടെ ഒരു കരിയർ പ്രോഗ്രഷനായിട്ടുള്ള ജോലി ഞാൻ 2-3 വർഷമായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അതും എനിക്ക് തന്നു. മാതാവ് എന്നെ ഉയർത്തി. ഇലക്ട്രോണിക് എററാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് അങ്ങനെ പറഞ്ഞ് എനിക്ക് പിറ്റേ ദിവസം തന്നെ ലൈൻ മാനേജർ, അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. പക്ഷേ മാതാവ് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് തന്ന്, വീണ്ടും എനിക്ക് അവസരം തന്ന് മാതാവ് എന്നെ ഉയർത്തി. അങ്ങനെ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലുമൊക്കെ തടസ്സം വരും. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളേ ഇല്ല. എല്ലാ ദിവസവും 8 മണിയാകുമ്പോൾ എൻ്റെ 8 വയസ്സുള്ള കൊച്ചു ചോദിക്കും, പ്രാർത്ഥിക്കണ്ടേന്ന് ചോദിക്കും. അങ്ങനെ പ്രാർത്ഥിക്കും. അവനിപ്പം കൊന്ത ചെല്ലും. എല്ലാ പ്രാർത്ഥനകളും അവൻ കാണാപ്പാടറിയാം. ഇംഗ്ലീഷിലാണ്, പക്ഷെ എല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ അത്രയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനുണ്ട്. പ്രത്യേകമായിട്ട് മാതാവിന് നന്ദി പറയുന്നു, 1000 നന്ദി പറയുന്നു. ഞങ്ങൾ ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന മാതാവിന്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം ഇവിടുന്ന് കൊണ്ട്, ഞങ്ങൾ 2 വർഷം മുമ്പാണ് വന്നത്. ആ സമയത്ത് കൊണ്ടുപോയ പത്രങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള പത്രങ്ങൾ വിതരണം ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് ഓൺലൈനായിട്ട് പറ്റുന്ന പോലെയൊക്കെ സഹായിക്കാറുണ്ട്, ചോദിക്കുന്നവർക്കും. അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ, അങ്ങനെ ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റാറില്ല, പക്ഷെ എന്നാലും സഹായിക്കാറുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിലും ദശാംശം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, അവിടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്, അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്, അപ്പം വായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന അത് മുടക്കാറില്ല. ഇപ്പം ഒരു 10 o'clock ആകുമ്പോഴത്തേക്ക് എൻ്റെ കൊച്ചു ചോദിക്കും പ്രാർത്ഥിക്കണ്ടേന്ന് ചോദിക്കും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്.
പിന്നെ പള്ളിയിൽ പോകാറുണ്ട്. ഞങ്ങൾക്ക് അവിടെ 2 സൺഡേസിൽ മലയാളം മാസമുള്ളൂ, ബാക്കി ഇംഗ്ലീഷ് മാസമാണ്. അപ്പം ആ 2 സൺഡേ ഞങ്ങൾ നിർബന്ധമായിട്ടും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, റോമൻ കാത്തലിക്കിൻ്റെ കുർബാന കൂടും. പിന്നെ 2 പ്രവൃത്തികളായിട്ട് ഞാൻ ഇങ്ങനെ സഹായിക്കാറുണ്ട്, ഇവിടുത്തെ ആൾക്കാർക്കും സഹായം കൊടുക്കാറുണ്ട്. കുമ്പസാരിക്കാനായിട്ട് ഞാൻ മാസത്തിലൊന്ന് ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ കുർബാന ഞങ്ങൾ മുടക്കാറില്ല. പിന്നെ ഞാനിപ്പം ഫ്രീ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് മെറ്റേണിറ്റി ലീവിലായതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ബേബിനെയും കൊണ്ട് തൊട്ടടുത്ത് പള്ളിയിൽ ഇംഗ്ലീഷ് മാസിന് പോകാറുണ്ട്. മുടക്കാൻ ശ്രമിക്കാറില്ല, മുടക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. പിന്നെ എന്തെങ്കിലും റീസൺ വെച്ച് കുർബാന ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ മാത്രമേ കുർബാനയ്ക്ക് പോകത്തുള്ളൂ. അതാണ് എനിക്ക് എൻ്റെ സാക്ഷ്യം പറയാനുള്ളത്. ഞാൻ ഇത്രയധികം അനുഗ്രഹം തന്ന മാതാവിന് പ്രത്യേകം, മാതാവിനും ഈ തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. സങ്കീർത്തനം 40 1-ാം വചനമാണ്. കാത്തിരിക്കുന്ന സമയമാണ് വിശ്വാസം വളരുന്ന സമയം. ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ഉടമ്പടി മക്കൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും, രോഗങ്ങളും, പ്രശ്നങ്ങളും, ജോലി കാര്യങ്ങൾ, കുഞ്ഞില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, ജപ്തി കാര്യം, വിവാഹ കാര്യങ്ങൾ എല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടി മക്കളുടെ ഹൃദയവേദന കാണുന്ന ദൈവം തക്ക സമയത്ത് പ്രതികരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടി ദൈവത്തോടു കൂടെയുള്ള ഒരു വിശ്വാസ ആത്മീയ യാത്രയാണ്. ഈ യാത്രയിൽ പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്ന് ആ കർത്താവ് നിലവിളി കേട്ട ഒരു ദൈവ അനുഭവ സാക്ഷ്യമാണ് കനുഷ്ക എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ മറ്റു കുടുംബാംഗങ്ങൾ ഉടമ്പടിയിലായിരുന്നു. പിന്നീടാണ് ഈ മകൾ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുള്ള കാരണം 2ാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് 8 വർഷത്തോളം കാത്തിരുന്നു. ആദ്യം കൺസീവായി. 4.5 മാസമായപ്പോൾ മിസ്കാരേജ് ആവുകയാണ്. പിന്നീട് ഉടമ്പടിയിൽ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീണ്ടും പ്രഗ്നൻ്റ് ആവുകയും, പക്ഷേങ്കിൽ ഈ മക്കൾ പറയുന്നത് 2ാമത്തെ ഉടമ്പടിയിൽ ആയപ്പോഴേക്കും തീക്ഷ്ണത അല്പം കുറയുകയും പിന്നീട് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടതുപോലെ തോന്നി. അങ്ങനെയാണ് ട്യൂബൽ പ്രഗ്നൻസി ആവുകയും പിന്നീട് ട്യൂബ് തന്നെ റിമൂവ് ചെയ്യേണ്ടി വരികയും ചെയ്തു. ആ അവസ്ഥയിലാണ് നേരെ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി പുതുക്കുകയാണ്. ആ നഷ്ടപ്പെട്ട തീക്ഷ്ണതയോടെ വീണ്ടും കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും ജോസഫ് അച്ഛൻ സൈത്ത് ഇവർക്ക് കൊടുത്ത് 2 പേരോടും തിരച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ആ നിമിഷം തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഈ മക്കളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: സാക്ഷ്യം പറയണമെന്നാണ്. പക്ഷെങ്കിൽ ഈ മക്കൾ വിചാരിച്ചത്, അമ്മ 8 വർഷം ഞങ്ങൾക്ക് കുട്ടികളില്ല, 2 പ്രാവശ്യം മിസ്കാരേജായി, ഇനി എങ്ങനെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ ദിവസം തന്നെ ഇവർക്ക് അമ്മ തന്നെ ഒരു നല്ലൊരു അടയാളം നൽകുകയാണ്. മഴവില്ലിൻ്റെ രൂപത്തിലും ജോസഫ് അച്ഛൻ്റെ ആ വാക്കിലൂടെ, കാരണം വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു ഉറപ്പാണ് ഇവർക്ക് നൽകിയത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന കേട്ട് ഇവർ പുതുക്കി തിരിച്ചു പോവുകയാണ്. പിന്നീട് UK ചെന്നപ്പോൾ ആദ്യം ലഭിച്ച അനുഗ്രഹം നല്ലൊരു ഭവനമാണ് അവിടെ കിട്ടിയത്. അവിടെയും നേർച്ച വസ്തുക്കളായ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ 90 ദിവസം ആ പുതുക്കിയെ ചെന്നതിൻ്റെ 90 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഭവനം നൽകി ഇവരെ അനുഗ്രഹിക്കുകയാണ്. നമുക്കറിയാം UK വളരെ ബുദ്ധിമുട്ടാണ് ടു ഗെറ്റ് എ ഹോം ഫോർ ദെയർ ഓൺ. ബട്ട് ഇവിടെയും ഈശോയുടെയും അവിടെ ഒരു വലിയ കൃപയാലാണെന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു നല്ല ഭവനം നൽകിയാണ് ഇവരെ അനുഗ്രഹിച്ചത്. വീട്ടിൽ കയറി താമസം തുടങ്ങി 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ മകൾ വീണ്ടും കൺസീവ് ആവുകയാണ്. ഇതാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടൽ. 8 വർഷം സാധ്യമാകാത്ത കാര്യമാണ്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി
ആ നഷ്ടപ്പെട്ട തീഷ്ണതയോടുകൂടി കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥനയാണ് ഈശോയും അമ്മയും കേട്ട് ഈ മക്കളെ അനുഗ്രഹിക്കുന്നത്. ഭവനം നൽകി കയറി താമസിച്ചു. 3 ആഴ്ചയ്ക്കുള്ളിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സൈത്ത് തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞതും സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ ആ വചനത്തിലൂടെയും ഈ മകൾ കൺസീവ് ആവുകയാണ്. പിന്നീട് ഒരു കുഴപ്പവുമില്ലാതെ ഫസ്റ്റ് ചൈൽഡിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസും ഒന്നുമില്ലാതെയാണ് ആഞ്ചലിൻ മരിയ എന്ന മകൾക്ക് ജന്മം നൽകിയത്. അവിടെ ഈ മക്കൾക്ക് കാണുവാൻ പറയുന്നത് ഒരു മെറിറ്റുമില്ലാത്ത അവസ്ഥയിൽ, അതായത് 8 വർഷം പല ട്രീറ്റ്മെൻറ്റ് പോയി, പല സ്ഥലങ്ങളിൽ പോയി, അവസാനമാണ് പരിശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തത്. 2 അബോർഷനായി. എന്നാലും ഇവിടെയെല്ലാം ഒരു മെറിറ്റുമില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയും അമ്മയും ഇടപെടുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അങ്ങനെ ഈ മക്കൾക്ക് ആഞ്ചലിൻ മരിയയുമായിട്ടാണ് ഇന്ന് UK നിന്ന് നേരിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് മാത്രമായിട്ടാണ് ഇന്ന് ഈ മക്കൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈശോയുടെ അമ്മയുടെ കൃപയാൽ ലഭിച്ച കുഞ്ഞിന് നന്ദി പറയുകയാണ്. ക്ഷമാപൂർവം കാത്തിരുന്ന് പ്രാർത്ഥിച്ചു, ചെവി ചായച്ച് നിലവിളി കേട്ട ആ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇന്ന്. തന്നെയുമല്ല, ലൈസൻസിനായിട്ടും 2 വർഷത്തോളവും മുടങ്ങിക്കിടന്നതാണ്. അവിടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ ടെസ്റ്റിന് പോയപ്പോൾ നെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും അവിടെയും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ചതാണ് ലൈസൻസ്. പിന്നീട് കരിയർ പ്രോഗ്രഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെയാണ്. 2 പ്രാവശ്യം ഫെയിലായി. എലിജിബിളാണ് പക്ഷെങ്കിൽ കിട്ടുന്നില്ല. വീണ്ടും അവിടെയും വെഞ്ചരിച്ചൊപ്പുമായി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. റിജക്റ്റായ സ്ഥലത്ത് വീണ്ടും ഇലക്ട്രോണിക് എറർ ആയിരുന്നിട്ടും പിന്നീട് മാനേജ്മെൻറ്റ് റോളിൽ കിട്ടുകയാണ്, പ്രൊമോഷൻ കിട്ടുകയാണ് UK. അവിടെയും ഈശോയുടെ ഒരു വലിയ ഇടപെടലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്ഷമാപൂർവം പ്രാർത്ഥിച്ചാൽ മാത്രം മതി. കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെവി ചായച്ച് നമ്മുടെ നിലവിൽ കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ മക്കളുടെ ജീവിതത്തിൽ വീണ്ടും കാണാൻ സാധിക്കുന്നത് ഉടമ്പടി ജീവിതത്തിലെ നിബന്ധനകൾ പാലിച്ച് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം ചെയ്യുകയാണ്. അറിയുന്നവരെ കൂടുതൽ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ആത്മീയമായിട്ട് കൂടുതൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും കുർബാനയും കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒക്കെ ജപമാലയും ഒക്കെ നല്ല ഭംഗിയോടുകൂടി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആ നിലവിളി കേട്ട ദൈവത്തെ ഇവർക്ക് കണ്ടുമുട്ടാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ കാത്തിരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഫലം വൈകിയാലും വിശ്വാസം നഷ്ടപ്പെടാതെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച എല്ലാ കനിഷ്കയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ കുഞ്ഞു ബാവ ആഞ്ചലിൻ മരിയയ്ക്കും മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും. ഞാൻ ബാംഗ്ലൂരിൽ നിന്നും വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ദേവദാസ്, ഇതെൻ്റെ അമ്മ മാധവി, ഇതെൻ്റെ കൊച്ചുമകനാണ്, എൻ്റെ മകളുടെ കുഞ്ഞാണ്. എനിക്ക് ഈശോയിൽ നിന്നും മാതാവ് വഴി കിട്ടിയ ദൈവാനുഭവങ്ങൾ പറയാൻ വേണ്ടിയാണ്, സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നു. എനിക്ക് ആദ്യമേ കിട്ടിയത്, എനിക്ക് കൃപാസനത്തെ പറ്റി ആദ്യമേ ഞാൻ അറിഞ്ഞത് 2020 ഞാൻ ബാംഗ്ലൂരിലൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരു മേഡം വഴിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. മേഡം എനിക്കൊരു പത്രം കൊണ്ട് തന്നു. പത്രമെന്ന് പറയാൻ പറ്റത്തില്ല, പത്രത്തിൻ്റെ ഒരു പാർട്സ് മാത്രം എനിക്ക് കൊണ്ട് തന്നു. അത് വായിച്ച് ഞാൻ നേരിട്ട് ആലപ്പുഴയിലാണെന്ന് അറിഞ്ഞപ്പോൾ നേരിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയായിരുന്നു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ ഏറ്റവും വലിയ രോഗസൗഖ്യമായിരുന്നു. ആ സമയം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുമാതിരി 11ാമത്തെ ഹോസ്പിറ്റലിലത്തെ മരുന്ന് കഴിക്കാൻ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ ഭർത്താവിനുള്ള രോഗം സോറിയാസിസ് ആയിരുന്നു. കാലിലും കൈയിൻ്റെ എല്ലാ മടക്കുകളിലും ഒക്കെ ഒരു മനുഷ്യൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം പുള്ളിക്കാരൻ ഭയങ്കര സോറിയാസിസിൻ്റെ അസുഖമായിരുന്നു. 10 ഹോസ്പിറ്റലിലത്തെ മരുന്ന് കഴിച്ചു, ഒരു കുറവും ഉണ്ടായില്ല. 11ാമത്തെ ഹോസ്പിറ്റലിലത്തെ മരുന്ന് കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് കൃപാസനത്തെ പറ്റി അറിയുന്നതും കൃപാസനത്തിൽ ഞങ്ങൾ വരുന്നതും. ഉടമ്പടി എടുത്തു. ഞാൻ
ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. കൊറോണ സമയമാണ്, ഓൺലൈൻ വഴിയെല്ലാം പ്രാർത്ഥിക്കുക. അന്ന് ഗൂഗിൾ മീറ്റ് വഴിയുള്ള പ്രാർത്ഥനകളിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തു. പിന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം, തൈലം പുരട്ടുകയും സോറിയാസിസ് ഉള്ള ഭാഗങ്ങളിലെല്ലാം തൈലം പുരട്ടുകയും ഉപ്പിട്ട് കുളിക്കുകയും പിന്നെ ഉപ്പ് കുടിക്കുന്ന വെള്ളത്തിലിട്ട് ഉപ്പ് കുടിക്കുകയും ചെയ്തത് വഴി സോറിയാസിസ് ഒരുമാതിരി, പുള്ളിക്കാരൻ്റെ രോഗം ഒരുമാതിരി കുറയാൻ തുടങ്ങി. പുള്ളിക്കാരന് വിശ്വാസം വന്നു. അങ്ങനെ ഞങ്ങളിവിടെ പിന്നെയും ഉടമ്പടി വന്നു, പുതുക്കി പ്രാർത്ഥിച്ചു. പിന്നെ അത് മാതാവിൽ നിന്നും കിട്ടിയ, ഈശോ വഴി കിട്ടിയ എനിക്ക് ഏറ്റവും വലിയ ഒരു രോഗസൗഖ്യമാണ്. എന്നിട്ട് പുള്ളിക്കാരൻ കഷ്ടപ്പെടുന്നത് ശരിക്കും ഞാൻ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഉറങ്ങുന്ന സമയത്തും പകൽ മുഴുവൻ ജോലി കഴിഞ്ഞ് വന്ന് രാത്രിയിലെല്ലാം ഉറങ്ങാതിരുന്നുള്ള ചൊറിച്ചിലും, ബ്ലഡ് വരുമെങ്കിലും ചൊറിച്ചിൽ നിൽക്കില്ല. സോറിയാസിസിൻ്റെ അസുഖമുള്ളവർക്ക് എല്ലാവർക്കും ഒരുമാതിരി അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്തുവാന്നുള്ളത്. അത് ഞാൻ ശരിക്കും കണ്ണുകൊണ്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ളവളാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ്റെ അനുഭവം പുള്ളിക്കാരന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്നൊക്കെ. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോകാനോ നല്ല ഭക്ഷണം കഴിക്കാനോ പറ്റില്ല. എരിവും പുളിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഭയങ്കര ചൊറിച്ചിലാണ് പുള്ളിക്കാരന്. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. ആ രോഗത്തിൽ നിന്നും ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തന്നതാണ് ആ രോഗമുക്തി. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണിത്. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും കഴിഞ്ഞ മാസം വരെയും ഇടയ്ക്കിടയ്ക്ക് ഷുഗർ, ഹൈ ലെവൽ ഷുഗർ, യൂറിൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബോധം കെടുക, ഛർദ്ദിക്കുക, പിന്നെ അമ്മയ്ക്ക് ഒരു ബോധവും ഇല്ല, ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കൂടുക. ഭക്ഷണം കഴിച്ചാലും കൂടും, കുറഞ്ഞാലും കൂടും, ഇടയ്ക്കും കൂടും, കുറഞ്ഞും കൂടും. ലാസ്റ്റ് ഈ മെയ് മാസത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നിരുന്നു. ഉടമ്പടി പുതുക്കിയതിനകത്ത് അമ്മയുടെ അസുഖങ്ങൾ ഞാൻ വെക്കുമായിരുന്നു. അന്ന് നടന്ന ആരാധനയിൽ മെയ് 19 എൻ്റെ വെഡ്ഡിങ് ഡേ ആയിരുന്നു, 30ാമത്തെ വെഡ്ഡിങ് ഡേ. ആ വെഡ്ഡിങ് ഡേ ആഘോഷിക്കാൻ ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് ഉടമ്പടി ആരാധന ഞാൻ അമ്മയ്ക്ക് വെച്ചു കൊടുത്തു. അമ്മ പകുതി ബോധത്തിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴെല്ലാം ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നത് കാണാൻ സാധിക്കണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വരാറ്. ഇപ്രാവശ്യം വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ ആരാധന വെച്ചു കൊടുത്തു, ഇവിടുത്തെ ധ്യാനം വെച്ചു കൊടുത്തു. അമ്മ കട്ടിലേക്ക് കിടക്കുവാണ്. അമ്മയ്ക്ക് ബോധമില്ല, പകുതി ബോധമേ ഉള്ളൂ. അമ്മ ആ ആരാധനയിൽ ഇവിടെ നമ്മുടെ അച്ഛൻ നടത്തുന്ന സമയത്ത് അമ്മ കൈ പൊക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അന്ന് വൈകിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകണം. എൻ്റെ അമ്മ എഴുന്നേക്കുന്ന കണ്ടിട്ട് വേണം എനിക്ക് പോവാൻ. അന്ന് ആരാധന കൂടി കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അമ്മ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഉപ്പിട്ടു, കട്ടിലേൽ ഉപ്പിടുകയും അമ്മയ്ക്ക് കഴിക്കാൻ കൊടുത്ത കഞ്ഞിക്കകത്ത് ഉപ്പിട്ട് കൊടുത്തു. ആ ആരാധന അമ്മ കൂടി അർദ്ധബോധാവസ്ഥയിൽ കൈപൊക്കി പ്രാർത്ഥിച്ചു, ഈശോയെ ആരാധിച്ചു. എൻ്റെ അമ്മ അരമണിക്കൂർ ആരാധന കഴിഞ്ഞോടുകൂടി എൻ്റെ അമ്മ എഴുന്നേറ്റു, കഞ്ഞി കുടിച്ചു. ഞങ്ങൾ പോരുന്നവരെ പിന്നെ അമ്മ കിടന്നിട്ടില്ല. ഈ നിമിഷം വരെ ഇന്നലെ ഞാൻ വന്നപ്പോൾ ചോദിച്ചു, അമ്മ പിന്നെ ആശുപത്രി പോയിട്ടില്ല. യൂറിൻ ഇൻഫെക്ഷന് വേണ്ടി ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്യും, ഷുഗർ ചെക്കപ്പ് ചെയ്യാനും പോകുമെന്നല്ലാതെ അമ്മ ഇതുവരെയും കിടന്നിട്ടില്ല. എൻ്റെ അമ്മ അല്ലെങ്കിൽ എപ്പോഴും കിടപ്പാണ്. ഞാൻ വിളിച്ച് ചോദിക്കുമ്പോഴൊക്കെ അമ്മ കിടപ്പാണ്. അമ്മയ്ക്ക് എപ്പോഴും ഷുഗറാണ്, ഹൈ യൂറിൻ ഇൻഫെക്ഷനാണ്. അതും എനിക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, ഇതെൻ്റെ കൊച്ചുമകനാണ്. ഇവന് 2 രോഗസൗഖ്യമാണ് കിട്ടിയേക്കുന്നത്. ഇവൻ ജനിച്ചപ്പം മുതൽ ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ കൊറോണ സമയത്താണ് അവൻ ജനിച്ചത്. അവന് പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവന് രാത്രിയിൽ ഞങ്ങൾ വന്നിട്ടില്ല. എൻ്റെ മോള് പ്രസവിച്ചിടുന്ന സമയത്ത് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല, കൊറോണ. എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ അനിയത്തി ഇവരൊക്കെയാണ് നോക്കിയത്. ഇവന് ഞങ്ങൾ വിളിക്കുമ്പോൾ രാത്രി കുഞ്ഞിന് പാല് കുടിക്കാൻ വയ്യ. എന്താണെന്ന് ചോദിച്ചാൽ കാരണമില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ ചെവിയുടെ സൈഡ് വീർത്തിരിക്കും, ചുമന്നിരിക്കും. എന്താ കാര്യമെന്നറിയത്തില്ല. പ്രസവിച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവർ താൽക്കാലികമായി മരുന്ന് കൊടുക്കും, കുഞ്ഞിന് കൊണ്ടുവരും. 2 ദിവസം കുറയും, പിന്നെയും അത് തന്നെ. രോഗം എന്തുവാന്നുള്ളത് അവർക്കും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, എന്തുവാന്ന് പറയാനും പറ്റുന്നില്ല.
ലാസ്റ്റ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. കൊറോണ സമയമായതുകൊണ്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ നല്ല സൗകര്യമായിരുന്നു. വൈകിട്ടുള്ള ഗൂഗിൾ മീറ്റ് പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. ആ പ്രാർത്ഥനയിലെല്ലാം പ്രാർത്ഥിച്ച് ലാസ്റ്റ് കുഞ്ഞിൻ്റെ രോഗം കണ്ടുപിടിക്കണം. ഈ അസുഖം ഇങ്ങനെ വരുന്നു, മരുന്ന് കൊടുക്കുന്നു, കുറയുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നു പോകുന്നു. ലാസ്റ്റ് ഞാൻ രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കുഞ്ഞിനെ എൻ്റെ അനിയത്തി വന്ന് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പം അവൻ്റെ തല ഉച്ചി വിയർക്കുന്നത് കൊണ്ടാണ് ആ ചെവിക്ക് ഇവിടെ വേദന വരുന്നതെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു. അന്ന് പ്രാർത്ഥിച്ചതോടുകൂടി ഇനി ഒരിക്കലും ആ രോഗത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞിനെ ആഴ്ച 2 പ്രാവശ്യം കൊണ്ടുപോകുമായിരുന്നു. പോകുമ്പോഴെല്ലാം അമൃത ഹോസ്പിറ്റലിലത്തെ ചാർജ് നമുക്കറിയാം, 2000-3000 രൂപ. അത് അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു, ആ രോഗം കണ്ടുപിടിച്ചു. അതോടുകൂടി ആ മരുന്ന് കഴിച്ച് പ്രാർത്ഥിച്ചതോടുകൂടെ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറിക്കിട്ടി. പിന്നെ രണ്ടാമത്തെ അവന് കിട്ടിയ രോഗസൗഖ്യമെന്ന് വെച്ചാൽ അവന് ചെറുതായിട്ട് യൂറിൻ ഒഴിക്കുന്ന പ്രോബ്ലം ഉണ്ട്. ആ യൂറിൻ ഒഴിക്കുന്നിടത്ത് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രോബ്ലം മാതാവിൻ്റെ തൈലം പുരട്ടിയിട്ട് അതും പൂർണ്ണമായിട്ടും മാറി. 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് നാട്ടിലൊരു വീട് വേണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് നാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ എന്ന് പറയാൻ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട്, അത് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഞങ്ങൾ ലോൺ എടുത്ത് മേടിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ലോണിന് വേണ്ടി കുറേ ട്രൈ ചെയ്തു. ലോണിന് വേണ്ടി കുറേ ബാങ്കുകൾ കയറി ഇറങ്ങി, കുറേ പേരോട് ചോദിച്ചു. ഞങ്ങൾ 2 പേരും, ഞാനും എൻ്റെ ഹസ്ബൻഡും ബാംഗ്ലൂരിൽ ഓരോ പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ്. എനിക്ക് ചെറിയ ശമ്പളമേ ഉള്ളൂ, എൻ്റെ ഹസ്ബൻഡിനും ചെറിയ ശമ്പളമേ ഉള്ളൂ. ലോൺ കിട്ടുക എന്നുള്ളത് വലിയൊരു സാഹസികമായ കടമ്പയായിരുന്നു. എൻ്റെ ഒറ്റ ശമ്പളത്തിൽ ലോൺ കിട്ടില്ല. ഹസ്ബൻഡിൻ്റെ പേരിലെടുക്കാമെന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഏജ് ഓവറായി, കമ്പനിയിൽ നിന്ന് സാലറി സ്ലിപ്പ് കിട്ടില്ല. അങ്ങനെ പല കടമ്പ. അവിടെ ഞങ്ങളുടെ മെറിറ്റ് തീർന്നു. ഞങ്ങൾക്കൊരു വഴിയില്ല ഒരു വീട് മേടിക്കാൻ. പിന്നെ ഉള്ളത് ഞങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു സമ്പാദ്യം, കുറച്ച് സ്വർണമായിരുന്നു. അതിനെ വെച്ച് ഞങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു വീട് മാതാവ് തരണം. അത് ഞാൻ ലാസ്റ്റ് മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞങ്ങൾക്കല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഞങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് ഒരു വീട് ഞങ്ങൾക്ക് മാതാവ് കാണിച്ചു തന്നേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് ഉറപ്പിച്ച് പറഞ്ഞു. മാതാവ് ലാസ്റ്റ് ഈ ഉടമ്പടി പുതുക്കിപ്പോയി. എനിക്ക് ജൂലൈ 7-ാം മാസം 15-ാം തീയതി ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്തു. എനിക്കെൻ്റെ മാതാവ് ഒരു വീട് കാണിച്ചു തന്നു. 7 എന്നുള്ള സംഖ്യ എൻ്റെ ജീവിതത്തിലും കൃപാസനത്തിലും ഗോൾഡൻ 7 അന്വർത്ഥമായി. ജൂലൈ 7-ന് ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്തു. നാളെ 17/8/26 നാളെ എൻ്റെ വീടിൻ്റെ രജിസ്ട്രേഷനാണ്. ഈശോയ്ക്കും മാതാവിന് ഒരു കോടി നന്ദി. ഞാനിതുവരെ എൻ്റെ വീട് കണ്ടിട്ടില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞ് മാതാവിനെയും കൊണ്ടുപോകാനാണ് ഞാൻ നേരെ ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കുന്നത്. നാളെ മാതാവിനെയും കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ ഞാൻ കയറിയിട്ടേ ഞാൻ എൻ്റെ വീട് കാണത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ. പിന്നെ വീട് മേടിക്കാനുള്ള ക്യാഷ് അറേഞ്ച് ചെയ്തതിനകത്തും 7 നല്ലൊരു അനുഭവമാണ് എനിക്ക് തന്നത്. ഞങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് വിട്ട് ഞങ്ങൾക്ക് ബാലൻസ് പൈസ, ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് സ്വർണം വെച്ച് വേണമായിരുന്നു. അത് വിറ്റാൽ ഞങ്ങൾക്ക് 7 ലക്ഷം രൂപ വേണം. ആ 7 ലക്ഷം രൂപ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് തികയത്തുള്ളൂ സംഖ്യ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് സ്വർണത്തിന് വില കുറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള സ്വർണം കൊടുത്താൽ 7 ലക്ഷം രൂപ കിട്ടത്തില്ല. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ വേറെ ഒരു വഴി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് കടം മേടിക്കാൻ ആരുമില്ല, ഞങ്ങൾക്ക് കടം തരാനും ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കടം മേടിച്ചാൽ തീർക്കാനുള്ള ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് കുറവ്, കമ്പനി ശമ്പളം കുറവ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ പേടിയാണ്, എന്നാലും കടം മേടിക്കാനും പേടിയാണ്. ലാസ്റ്റ് മാതാവ് എനിക്ക് തിരിക്കാത്ത 7 എന്നുള്ള സംഖ്യ കാണിച്ചു തന്നു ഞാൻ പ്രാർത്ഥിച്ചപ്പം. പക്ഷേ എനിക്കത് മനസ്സിലായില്ല. പിറ്റേ ദിവസം ഞാൻ സാക്ഷ്യം, എനിക്ക് രാവിലെ ഞാൻ 6 മണി മുതൽ സാക്ഷ്യം കേൾക്കും. ആ സാക്ഷ്യത്തിലൂടെ ഒരു സഹോദരൻ പറഞ്ഞ സാക്ഷ്യത്തിലൂടെയാണ് എനിക്ക് മനസ്സിലായത്, ദൈവമേ മാതാവ് എനിക്കും 7 എന്നുള്ള സംഖ്യ തിരിയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. എൻ്റെ ഉടമ്പടി തിരിക്കകത്ത് 7 എന്നുള്ള സംഖ്യ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സ്വർണം കൊടുത്തു. ഞങ്ങൾക്ക് 7 ലക്ഷത്തിൽ കൂടുതൽ രൂപ തന്നെ മാതാവ് മേടിച്ചു തന്നു.
അതിനുശേഷമാണ് ആ തിരി നിവർന്നിരുന്ന് കത്തിയത്. അങ്ങനെ 7 എന്നുള്ള സംഖ്യ എൻ്റെ ജീവിതത്തിലും അന്വർത്ഥമായി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി, കോടി കോടി നന്ദി. നല്ലൊരു വീടാണ് മാതാവ് തന്നേക്കുന്നത്. 3 ബെഡ്റൂമുള്ള നല്ലൊരു വീടാണ് മാതാവ് തന്നേക്കുന്നത്. നാളെയാണ് ഞാനത് വീട് കാണാൻ പോകുന്നത്. പിന്നെ എൻ്റെ അമ്മയ്ക്കൊരു അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ, വീടിൻ്റെ പേര് ഞാൻ ഇട്ടേക്കുന്നത് കൃപാലയം എന്നാണ്. അത് അന്ന് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, മാതാവ് എനിക്ക് തരുന്ന വീടിന് ഞാൻ കൃപാലയം എന്നേ പേരിടത്തുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് പേരിട്ടേക്കുന്നത്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ചെറിയൊരു അനുഭവം എന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് വയ്യാന്ന് ഞാൻ ഫോൺ പറയുമ്പം ഞാനവിടെ ഓൺലൈൻ കുർബാന കൂടുകയും എല്ലാം ചെയ്യും. അപ്പോൾ അതിനകത്ത് കുർബാനയ്ക്ക് നേരെ ഞാൻ അമ്മയുടെ ഫോട്ടോ കാണിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നത്തെ ആ കുർബാനയിൽ കാണിച്ച രാത്രിയിൽ എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി. എൻ്റെ അമ്മ പറയട്ടെ അത്. എൻ്റെ പേര് മാധവി എന്നാണ്. എനിക്ക് തീരെ അവശതയായി 1 മാസം കിടപ്പായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു. ഒരു ദിവസം രാത്രി 3 മണിയായപ്പോൾ എന്നെ ഒരാൾ വന്ന് തൊട്ടുടനെ ഞാൻ കൈ തട്ടി ഉടനെ ഇങ്ങോട്ട് പിന്നാക്കം നീങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് നല്ലൊരു സമാധാനം കിട്ടി. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന്. അപ്പോൾ മക്കളും ഭർത്താവും പറഞ്ഞു പോകാൻ സഹിക്കില്ല, അപ്പം മഴയും വെള്ളമൊക്കെയാണ്, ഇപ്പോൾ പറ്റത്തില്ല, ഒക്കെ മാറട്ടെ എന്ന്. അല്ല എനിക്കിപ്പോൾ പോയേ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വന്ന് സുഖമായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്. ഭയങ്കര തിരക്കായിരുന്നു, എനിക്കൊരു തിരക്കും ഉണ്ടായില്ല. നല്ലോണം പ്രാർത്ഥിച്ച് എനിക്ക് അസുഖമൊക്കെ മാറി. ഇപ്പം എനിക്ക് സുഖമായി ഇരിക്കുന്നു. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഈശോയ്ക്കും മാതാവിനും നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രമെല്ലാം ഇവിടുന്ന് പോകുമ്പോൾ മലയാളം പത്രം ഞാൻ വാങ്ങാറില്ല. കന്നഡ, ഹിന്ദി, തമിഴ്, പിന്നെ തെലുങ്ക് പത്രവും കൊണ്ടുപോകും. എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കും. അവിടെ സിറ്റികളിലൊക്കെ ഞാൻ പോകുന്നിടത്തെല്ലാം പത്രം തീരുന്നവരെ എൻ്റെ കയ്യിൽ തന്നെ വെച്ചേക്കും. ഞാൻ പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ കൊടുത്തു തീർക്കാൻ നോക്കും. പിന്നെ താമസിക്കുവാണെങ്കിൽ സൺഡേ ലീവ് ഉള്ളപ്പോഴൊക്കെ ഞാൻ കൊടുത്തു തീർക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ടൊക്കെ ഞാൻ എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ജപമാല ചൊല്ലും. രാവിലത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് മുടക്കാറില്ല. ദിവസവും ജപമാല ചൊല്ലും, ബൈബിൾ വായിക്കും. കമ്പനിയിൽ എനിക്ക് എൻ്റെ ജോലിയുടെ ഇടവേളകളിലെല്ലാം ഞാൻ ബൈബിൾ എടുത്ത് വായിക്കും. പിന്നെ വീട്ടിലും രാത്രിയിലും ബൈബിൾ വായിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ആതുരാലയങ്ങളിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോവും. പറ്റുമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് മിക്കവാറും പോകാറ്. പിന്നെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന സമയത്തെല്ലാം ഞാൻ കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ ബാംഗ്ലൂരിലുള്ള ഒരു ക്യാൻസർ സെൻ്ററുണ്ട്. അവിടെ പോയി കുഞ്ഞുങ്ങളെ കണ്ടാൽ തന്നെ നമ്മുടെ ജീവൻ പോവും. അതുപോലുള്ള കുഞ്ഞുങ്ങളുടെ അടുത്ത് പോവുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, നമ്മുടെ ഭക്ഷണം അവർ കഴിക്കില്ല, അവരുടെ ഭക്ഷണം തന്നെ അവർ കഴിക്കത്തുള്ളൂ. പരമാവധി വീട്ടിൽ നിന്ന് അവരുടെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴാണെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടെ ചെന്നിട്ട് അവർക്ക് മേടിച്ചു കൊടുക്കും. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ദേവദാസ് എന്നാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നവരാണ്. ഞാൻ ഒരുപാട് രോഗമുള്ള ഒരാളായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളൊരു ഹിന്ദുക്കളാണ്. എന്നിട്ട് പോലും ഞങ്ങൾക്കിപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ വിശ്വാസമുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ അസുഖങ്ങൾ മാറ്റി തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി സ്തുതി. ഉയരത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. സങ്കീർത്തനം 18:16 വചനമാണ്. ദൈവം തൻ്റെ ജനത്തെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കൈനീട്ടി നമ്മെ ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പലരും ആഴമുള്ള പെരുവെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യുന്നവരാവാം. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വരുമ്പോൾ ആ പ്രത്യാശയില്ലാത്ത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഒരു പുതിയ ജീവിതമാണ്, ഒരു ആത്മീയ ജീവിതത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും ഈശോയും അമ്മയും കരം പിടിച്ച് നയിക്കുന്നത്. ഉടമ്പടി ഒരു ആത്മീയ വിശ്വാസ ബന്ധമാണ്. ഈ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൈനീട്ടി ഈശോയും അമ്മയും വിളിക്കുമ്പോൾ നമുക്ക് ഉത്തരം വരുള്ളത് ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സങ്കീർത്തനം 28:2 പറയുന്നത് പോലെ, അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈനീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ശ്രീകോവിൽ എന്ന് പറയുന്നത് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ സന്നിധിയിൽ വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുത്ത് നിലവിളിച്ച്
വേദനയോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടി മക്കൾ കണ്ടുമുട്ടുന്നത്. ആത്മാർത്ഥമായ വിശ്വാസത്തോടെ ശ്രീകോവിലിൽ ഈ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുടെ യാചനയുടെ സ്വരം, നിലവിളി കേൾക്കുന്ന ആ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് ബിന്ദുവും അമ്മ മാധവിയും ഹസ്ബൻഡ് ദേവദാസും നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മക്കളുടെ ജീവിതത്തിൽ 10 വർഷത്തോളം ഉണ്ടായിരുന്ന സോറിയാസിസ് എന്ന രോഗമാണ്. പല ഹോസ്പിറ്റലിൽ കയറിയിറങ്ങി വർഷങ്ങളായി പല മരുന്നുകൾ കഴിച്ചു, ഹോമിയോ കഴിച്ചു, പല ഹോസ്പിറ്റലിൽ കയറിയിറങ്ങി. അടുത്ത 11ാമത്തെ ഹോസ്പിറ്റലിലേക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ് പോയപ്പോഴാണ് പരിശുദ്ധ അമ്മയെപ്പറ്റി കേൾക്കുകയും പിന്നീട് അമ്മയുടെ സന്നിധിയിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. ഉടമ്പടി എടുത്ത നാൾ മുതൽ ഉടമ്പടി തൈലം തേച്ച് വെഞ്ചരിച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുടിക്കുകയും കുളിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ ഒരു വലിയ രോഗസൗഖ്യമാണ്. ഡോക്ടേഴ്സ് പറയുന്നത് മരുന്നില്ല, ഇനി ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചാണ് ഇവർ പ്രാർത്ഥിച്ചത്. സമയചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം മാതാവ്. കാനായിലെ വിവാഹ വിരുന്നിലും സമയമായിട്ടില്ല എന്ന് പറഞ്ഞ കാര്യമാണ് അമ്മ അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറഞ്ഞ് സാധ്യമാക്കി കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നുണ്ടാവാം, പക്ഷെങ്കിൽ പ്രയോജനമില്ലായിരുന്നു. പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ നടുവിലായിരുന്നു. മരുന്നുകൾ കഴിച്ചു പലതും. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയാണ്. ഇത് ഈശോയുടെ അമ്മയുടെ വലിയ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, 10 വർഷത്തോളം. പക്ഷെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീട് അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്, ബിന്ദുവിൻ്റെ അമ്മ മാധവിയുടെ കാര്യം. അതായത് ഈ സഹോദരി ഹൈ ഷുഗറും ഹൈ യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് കിടപ്പായിരുന്നു. അവിടെയും ഉടമ്പടി ആരാധനയിൽ ചൊവ്വാഴ്ച ധ്യാനത്തിൽ പ്രാർത്ഥിക്കുകയും മെയ് 19-ാം തീയതിയിലെ ആ പ്രാർത്ഥനയിലാണ് അമ്മ കൂടുതൽ പ്രാർത്ഥിക്കുകയും പിന്നീട് നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പൊക്കെ തേച്ച് ഉപ്പ് ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ആരാധനയിൽ പ്രാർത്ഥിച്ച ആ ദിവസം തന്നെയാണ് ഈശോയുടെ ഒരു വലിയ അനുഭവം ഈ അമ്മയ്ക്കുണ്ടായത്. ഈശോ തന്നെ നേരിട്ട് വന്ന് തൊട്ട് സുഖപ്പെടുത്തുകയാണ്. അന്നത്തെ ദിവസം ഈ മകൾക്ക് ഒരു സ്വപ്നം പോലെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. അന്ന് ഈ അമ്മ തന്നെ രാത്രി വെളുപ്പിന് 5:30 ഈ സ്വപ്നം കാണുന്നതും പെട്ടെന്ന് സമയം നോക്കാനായിട്ട് മൊബൈലെടുത്തപ്പോൾ അവിടെ അമ്മയുടെ കൃപാസനത്തിൻ്റെ സാക്ഷ്യമാണ് വന്നത്. കൃപാസനത്തെ അച്ഛൻ്റെ ടോക്കാണ് കിട്ടിയത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഈ അമ്മ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചതെന്നാണ് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഒരു ഭവനമാണ്, അതൊരു വലിയ സ്വപ്നമായിരുന്നു. അവിടെയും ഈശോയും അമ്മയും കനി നൽകിയ അനുഗ്രഹത്തോടെ മെറിറ്റില്ല, പക്ഷെങ്കിൽ അവിടെയും കൃപയാലാണ്. ഒരു സാമ്പത്തിക പ്രശ്നങ്ങളുടെ നടുവിലും ഒരു നല്ലൊരു ഭവനം വാങ്ങിക്കാൻ സാധിച്ചത് അത് ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലിലൂടെയാണ്. ആ ആലയത്തിനും അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. 7 എന്ന നമ്പറിൽ കൂടെ പല പ്രാവശ്യം കാണിക്കുകയും മെഴുകുതിരിയിൽ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കുകയും ഇത് അമ്മ തന്നെ തന്ന ഒരു ഭവനമാണെന്ന് ഈ മക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. ഇതും ഇവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ വീടിന് കൃപാലയം എന്ന പേര് ഈശോയുടെ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് കിട്ടിയതുകൊണ്ടാണ് കൃപാലയം എന്ന ആ പേര് ആ ഭവനത്തിന് നൽകിയിരിക്കുന്നത്. നാളെ ആ വീട്ടിൽ കാണുവാൻ പോകുമ്പോൾ പരിശുദ്ധ അമ്മയുമായിട്ട് അമ്മയ്ക്ക് സാക്ഷ്യം പറഞ്ഞ് നന്ദി പറഞ്ഞിട്ട് അമ്മയുമായിട്ട് വേണം പോകാൻ എന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അക്രൈസ്തവ മക്കളാണ്. ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, നമ്മുടെ കഴിവുകൊണ്ടല്ല ഈ ഭവനം ലഭിച്ചത്, ദൈവത്തിൻ്റെ കൃപയാലാണ്. അതുകൊണ്ടാണ് കൃപാലയത്തിലേക്ക് നാളെ പോകുമ്പോൾ പരിശുദ്ധ അമ്മയുമായിട്ട് വേണം, അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ട് അമ്മയുമായിട്ട് വേണം ആ വീട് പോയി കാണുവാൻ എന്നാണ് ഈ മോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ച കുടുംബം ഒരു ഭവനമാണ്. കൊച്ചുമോൻ്റെ കാര്യം അതുപോലെ തന്നെ ദേവാംശനുണ്ടായിരുന്ന പല അസുഖങ്ങളും, യൂറിനറി പ്രോബ്ലം ഇഷ്യൂസും പിന്നെ രോഗാവസ്ഥയെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് മകന് ഈ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടിയത്. ഈ മകളുടെ ജീവിതത്തിൽ സാക്ഷ്യത്തിലൂടെയും മെഴുകുതിരിയിലൂടെയും അമ്മയുടെ സാന്നിധ്യം പല പ്രാവശ്യവും അമ്മ മനസ്സിലാക്കി കൊടുക്കുകയാണ്.
ഈ മക്കളുടെ ജീവിതം ഉടമ്പടിയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ കാരുണ്യ പ്രവർത്തനവും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം ഈശോയുടെ നാമത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് നയിക്കുകയാണ് കുടുംബം. ഈശോയുടെ മുമ്പിൽ ചേർന്ന് നിൽക്കുമ്പോൾ അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈനീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം വരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ആത്മാർത്ഥമായ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ബിന്ദുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് ശ്രീലത എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ കറുകച്ചാലിൽ നിന്ന് വരികയാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. 12ാമത് ഞാൻ പുതുക്കുകയാണ്. എനിക്ക് എല്ലാ മാസവും ഇവിടെ വരണം. 3 മാസം കൂടി 90 ദിവസം ആകുമ്പോൾ എനിക്ക് പുതുക്കുകയും വേണം. അത് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഞാനത് മാറ്റിവെച്ച് പുതുക്കലിന് ഞാൻ പ്രാധാന്യം കൊടുക്കും. ഞാൻ വന്ന് 12ാമത്തെ പുതുക്കുകയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വന്നത്, ഞാൻ പത്രം ഇന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരോടും വിവരം പറയും. ഈ പത്രം ഇന്നിടത്തു നിന്നാണ്, ഇത് ഇന്നതാണ് കാര്യങ്ങൾ. നമുക്ക് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വീടെന്ന് ചോദിക്കും. നിങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വരാനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കും. പൈസ ഇല്ലെങ്കിൽ പൈസ തരാൻ, നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് പത്രം കിട്ടിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടും അവർക്കറിയില്ലാഞ്ഞിട്ടായിരിക്കും, കാര്യമായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോടൊക്കെ പറഞ്ഞു, ഞാൻ ആഴ്ചയിലൊരിക്കൽ പനിയായിരുന്നു. എനിക്കൊരു നിവൃത്തിയില്ല ജീവിക്കാൻ. ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് പത്രം കിട്ടിയപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ മനസ്സ് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നാൽ ഉടമ്പടി എടുത്താൽ, ഉടമ്പടിയെപ്പറ്റിയൊന്നും അറിയില്ല, അതിനകത്ത് എഴുതിയിരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിനോടും മോനോടും പറഞ്ഞു, ഇത് എനിക്കിവിടെ പോകണം, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ പുറത്തൊക്കെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അന്വേഷിച്ചപ്പം പറഞ്ഞു അവിടെ പോകരുത് എന്നുള്ള നെഗറ്റീവായിട്ടുള്ള അറിയിപ്പുകളാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു ദിവസം എനിക്ക് തീരെ വയ്യായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എന്നെ മണർകാട്ട് പള്ളി, ഞാനൊരു അക്രൈസ്തവയാണ്, ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് മണർകാട്ട് പള്ളിയിലൊന്ന് കൊണ്ടുപോകണം, എനിക്ക് അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ അവിടെ നടക്കി നിന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ജീവിക്കാൻ പാടാണ്, കാരണം മരുന്ന് കഴിച്ചിട്ട് പോലും ജീവിക്കാൻ പറ്റുന്നില്ല, ആഴ്ചയിലൊരിക്കൽ പനിയാണ്, വളരെ അസുഖങ്ങൾ ഉണ്ട്. അപ്പോൾ എനിക്ക് ജീവിക്കാൻ ഗുളിക കഴിക്കുമ്പോൾ എൻ്റെ കൈയും കാലും എല്ലാം കോച്ചുകയും ഭയങ്കര പ്രശ്നങ്ങളാണ്. എനിക്ക് മരുന്ന് കഴിച്ചെങ്കിലും ജീവിക്കാൻ അമ്മ എന്നെ അനുവദിക്കണം, ഇല്ലെങ്കിൽ അമ്മ എന്നെ തിരിച്ചു വിളിക്കണം, അമ്മ എന്നെ വിളിക്കണം, അല്ലാതെ പറ്റില്ലമ്മ, എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വൈകിട്ട് കിടന്നുറങ്ങി. എൻ്റെ വയറ്റിലൊരു മുഴയും ഉരുണ്ടുകൂടി. അതുകൊണ്ടൊന്ന് പാമ്പാടി ആശുപത്രി കാണിച്ചവൻ പറഞ്ഞു സ്കാൻ ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം, എനിക്ക് സ്കാൻ ചെയ്തുകൊണ്ട് ചെന്നാലും ഓപ്പറേഷൻ ചെയ്യാനോ ഒന്നും അതിനുള്ള ആരോഗ്യമില്ല, മരുന്ന് കഴിക്കാൻ പറ്റില്ല എന്നെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ആശുപത്രി പോകണ്ട, എനിക്ക് കൃപാസനത്തിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വൈകിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം വെളുപ്പിനെ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഒരു പള്ളിയുടെ ഫ്രണ്ടിലെ ഒരു കുരിശും തൊട്ടി, അതിലെ ഒരു മാതാവ് ഇരിക്കുന്നു. ഫ്രണ്ടിൽ ഒത്തിരി കടകളും ഒരു വഴിയാണ്. ആ വഴിയിൽ കൂടെ വരുന്ന വണ്ടിയിൽ നിന്നും എന്തോ ഒന്ന് എടുത്ത് മേളിൽ നിന്നൊരു മാതാവ് ഇറങ്ങി വന്ന് ഇവിടെ ഇരിക്കുന്ന മാതാവിൻ്റെ ഹൃദയഭാഗത്തേക്ക് വെച്ചു. അമ്മ കണ്ണു തുറന്നു, ഞാനും കണ്ണു തുറന്നു. അങ്ങനെയാണ് ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാൽ സമയം നോക്കാനായിട്ട് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ 5:30. എനിക്ക് അന്ന് 5:30ൻ്റെ പ്രാധാന്യമൊന്നും അറിയില്ല. 5:30 സമയം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മൊബൈലിൽ ഇവിടുത്തെ ജോസഫച്ചൻ്റെ, ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ ധ്യാനം കണ്ടു. ഞാൻ ഈ ധ്യാനം എൻ്റെ ഭർത്താവിനും മോനും ഒക്കെ മൊബൈലിൽ നിന്ന് അയച്ചു കൊടുത്തു. അപ്പോൾ മോനോട് ചോദിച്ചു, അമ്മ ഇപ്പോൾ എപ്പോഴും മേലാഴിയൊക്കെ ഉള്ളതുകൊണ്ട് ചോദിച്ചു, അമ്മ ഉറങ്ങിയില്ലേ, എന്താ ഇത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടതാണ്, ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഈ സമയം നോക്കാനെടുത്തപ്പം അവിടുത്തെ ധ്യാനം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അമ്മ ഇന്ന് കൃപാസനത്തിൽ അച്ഛനെയും കൂട്ടിക്കൊണ്ട് പൊക്കോ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടുന്ന് വരാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇല്ലാത്ത കാരണം അന്ന് വന്നില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇന്ന് തന്നെ പോകാം എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഭർത്താവും കൂടെ അവിടെ നിന്ന് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. കാരണം ബൈക്കിൻ്റെ പുറയിൽ ഇരിക്കാനുള്ള ആരോഗ്യസ്ഥിതി എനിക്കില്ല, തല ഇറങ്ങുകയാണ്. ബസ്സിന് വരണോ എങ്ങനെ വരണമെന്നൊക്കെ ആലോചിച്ച് കോട്ടയത്ത് വന്നു വെച്ച് ഏതായാലും എന്നാൽ ബൈക്കിന് തന്നെ പോകാം, അറിയത്തില്ലല്ലോ എവിടെയാണെന്ന് അറിയില്ലല്ലോ, നമുക്ക് ചോദിച്ചും പറഞ്ഞും വേണ്ടേ, ബൈക്കിന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചോദിച്ച് ഇങ്ങോട്ട് വന്നു. പക്ഷേ ആ ചോദിച്ച് ഇങ്ങോട്ട് വന്നതിൻ്റെ കൂടെ എൻ്റെ അസുഖങ്ങൾ മാറുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇനിയും പ്രാർത്ഥിച്ചില്ലേ, പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോരാ, പ്രാർത്ഥിച്ച് പോയാൽ പോരാ, അതിനകത്ത് എന്തോ ഉടമ്പടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ എന്തായാലും
പരിശുദ്ധ അമ്മ എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ കറക്റ്റ് 3 മാസമാകുമ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കും. ഉടമ്പടി പുതുക്കി ആ ഉടമ്പടിയിലെ ജീവിക്കുന്നു. സന്തോഷകരമായിട്ട് അമ്മയോടും ഈശോയോടും ഒത്ത് ജീവിക്കുന്നു. അതിനിടയ്ക്ക് എൻ്റെ ഭർത്താവിനൊരു ലെൻസിനൊരു പ്രശ്നം വന്നു. നേരത്തെ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ കാരിത്താസിൽ ചെന്നു. അവിടെ ചെന്ന് പുള്ളി, ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞാണ്, ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. എങ്കിലും അത്ഭുതകരമായ വിടുതൽ കൊടുത്ത് എൻ്റെ ഭർത്താവിനെ രക്ഷിച്ചു. ഒരു ഗുളിക പോലും കഴിക്കേണ്ടതായിട്ട് പുള്ളിക്ക് ഇന്ന് വരെ ഇപ്പോൾ 1 വർഷമായി. ഈ 1 വർഷത്തിനോടാകും ഒരു ഗുളിക പോലും കഴിക്കേണ്ടതായിട്ട്. ഈ കിഡ്നി 2ഉം ഫെയിലാണെന്ന് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു. ലെൻസിന് ഗ്രോത്ത് ഉണ്ട്, അത് ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു. ഒരു ഗുളിക പോലും കഴിക്കാതെ എൻ്റെ പരിശുദ്ധ അമ്മ അതിനെ എടുത്തു മാറ്റി. ഇന്ന് യാതൊരു അസുഖവും ഇല്ലാതെ എൻ്റെ ഭർത്താവ് ജീവിക്കുന്നു. അതുപോലെ പുള്ളിക്ക് ഇങ്ങനെ ഞെളിഞ്ഞു പോകുന്ന ഒരു നടുവേദന വരുമായിരുന്നു. ചരിഞ്ഞരിഞ്ഞ് നടക്കുകയുള്ളായിരുന്നു എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ. ഞാൻ നമ്മുടെ പരിശുദ്ധ തൈലം പുള്ളിയുടെ നടുവിന് പുരട്ടി. ഞാനത് പുരട്ടുന്നതിന് മുമ്പേ പുള്ളിയോട് ഞാൻ പറഞ്ഞു നമുക്ക് ചൂട് വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വൈകിട്ട് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് വല്ലാത്ത ടർപ്പൻ്റെ തൈലത്തിൻ്റെ മണം വന്നു. അപ്പം ഞാൻ ആലോചിച്ചു തന്നെ ഇങ്ങനെ ടർപ്പത്തിൻ്റെ തൈലത്തിൻ്റെ മണം വരുന്നതെന്ന്. അപ്പം ഒന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പം പിന്നെയും പിറ്റേ ദിവസം രാവിലെ പുള്ളി പറഞ്ഞു ഇങ്ങനെ നടുവിനിങ്ങനെ പിന്നെയും പോകുന്നു. അപ്പം എനിക്കൊരു ഓർമ്മ വന്നു, അയ്യോ അമ്മയുടെ പരിശുദ്ധ തൈലം ഇവിടെ ഇരിക്കാനല്ലോ. അപ്പം ഉടമ്പടി എടുത്തിട്ട് അധികം ആയില്ലായിരുന്നു. ഞാൻ ഈ തൈലം പുള്ളിയുടെ നടുവിന് തൂത്തു. ഇന്ന് 3 വർഷമായി. ഇന്ന് വരെയും പുള്ളി നടു വളഞ്ഞ് നടന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, എല്ലാവരും വിചാരിക്കും 3 മാസത്തേക്കിന് മതിയല്ലോ എന്ന്. പക്ഷേ പോരാ. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നമ്മൾ ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം. എനിക്ക് പത്രം കിട്ടിയാൽ, ഇപ്പം ഞാൻ സാക്ഷ്യം പറയാൻ വന്നത്, എനിക്കൊരു 10 വർഷത്തിന് മേളിലായിട്ട് നെഞ്ചിനകത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രിയിലൊക്കെ ചെന്ന് എൻ്റെ നെഞ്ചിൻ്റെ പ്രശ്നം എന്നാന്ന് അറിയാനായിട്ട് എനിക്ക് വയ്യ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു കട എൻ്റെ അമ്മ തന്നിട്ടുണ്ട്. എനിക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു. എൻ്റെ അമ്മ എനിക്ക് ഒരു വരുമാന മാർഗവും തന്നു. ഈ വരുമാന മാർഗം 2 ഷട്ടർ തുറക്കണം എൻ്റെ കടയിൽ. എനിക്ക് രാവിലെ ഷട്ടർ തുറന്ന് അവിടുത്തെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോഴത്തേന് ഈ ഷട്ടറും താത്തിട്ടേച്ച് വീട്ടിൽ വരുമ്പോൾ എനിക്ക് വയ്യ തീരെ. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കിന് നെഞ്ചിനകത്ത് വിമിഷ്ട ഇടിപ്പ് ഒക്കെ വന്നപ്പം ആശുപത്രിയിൽ പോയി പരിശോധനയൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈയിടെ എൻ്റെ മക്കൾക്കൊരു സുഖമില്ലായ്മ വന്നു. അവർ ആശുപത്രിയിലായി. മോൾക്ക് പനിയായിരുന്നു, മോൻ്റെ കുഞ്ഞുങ്ങൾക്കും പനിയായിരുന്നു. അവനെ എടുത്തോണ്ടൊക്കെ നടന്ന് എൻ്റെ നെഞ്ചിനകത്ത് വീണ്ടും വിഷമമായി. ഞാൻ ഇങ്ങനെ വിഷമമായപ്പം ആശുപത്രിയിൽ ഒന്നും പോവുകയില്ല. നമ്മുടെ തൈലമൊക്കെ ഉള്ള പരിപാടിയുള്ളൂ. കൈ മുറിഞ്ഞാലും തൈലം, കൈ പൊള്ളിയാലും തൈലം, പനി വന്നാലും തൈലം, തലവേദന വന്നാലും എന്ത് അസുഖത്തിനും തൈലം, ഉപ്പ്, ഇതൊക്കെ ഉപയോഗിക്കാറുള്ളൂ. തേനെ ഇപ്പം ഷുഗർ നോക്കാൻ പോവുകയാണെങ്കിൽ ഒരു ശകലം തേനെടുത്ത് കഴിച്ചിട്ടേ ഞാൻ ഷുഗർ നോക്കാൻ പോവുള്ളൂ. ഇത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവും എനിക്ക് ഇന്ന് വരെ ഒരു ഷുഗറിന് മരുന്ന് കഴിക്കേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല. പ്രഷറോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും എൻ്റെ അമ്മ എനിക്ക് വരുത്തിയിട്ടില്ല. അങ്ങനെ ആ ഉടമ്പടി തൈലത്തിലൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ കുഞ്ഞിന് ഇങ്ങനെ മേലാഴി വന്ന് അവനെ എടുത്തുകൊണ്ട് നടന്നപ്പം വീട്ടിൽ വന്ന് എന്നെ അങ്ങനെ പനി തളർത്തിയില്ല. മറ്റേ ആഴ്ച ഒരു പനിയായിരുന്നു എനിക്ക്. പനി കാരണം എനിക്ക് വയ്യായിരുന്നു. ഇപ്പോൾ എനിക്ക് അവരുടെ കൂടെ നടന്നാൽ പോലും എനിക്ക് പനി ഉണ്ടാകില്ല. ഈ 3 കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നെഞ്ചിനകത്ത് വിഷമമായി. പനി വലിയ കാര്യമായിട്ട് വന്നില്ല, പക്ഷേ നെഞ്ചിൻ്റെ വിഷമം ഭയങ്കരമായിരുന്നു. അപ്പോൾ ഞാൻ കടയിലൊന്നും പോകാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ മോൻ പറഞ്ഞു അമ്മ എന്നാൽ എവിടെയെങ്കിലും ഒന്ന് കാണിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി ലെൻസിൻ്റെ ഡോക്ടറെ പോയി കണ്ടു. അവിടെ ഒരു പരിശോധനയൊക്കെ നടത്തി, ഊതുന്ന പരിശോധനയൊക്കെ നടത്തിയപ്പം ഡോക്ടർ പറഞ്ഞു ലെൻസിൻ്റെ കപ്പാസിറ്റി പോകുന്നതാണ്, അത് വേണ്ടതിലും പകുതി പോലും ഇല്ല എന്ന് പറഞ്ഞു. കുറച്ച് മരുന്നിനൊക്കെ എഴുതി തന്നു. നമുക്കൊന്നും അറിയില്ല. വീട്ടിൽ കൊണ്ടൊന്നും മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പം കൈയും കാലും എല്ലാം കോച്ചുകയും മസിൽ കഴുകുകയും ഒരു തരത്തിലും കഴിക്കാൻ പറ്റില്ല. എന്നാലും അസുഖം മാറണ്ടേ, കുറേയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പറ്റുന്നില്ല. അപ്പം വേറെ ഡോക്ടറെ പോയി കണ്ടു. ഹോമിയോ ഡോക്ടറാണ്, പുള്ളിക്കാരത്തെ പരിചയമുള്ളതാണ്. അപ്പം പുള്ളിക്കാരത്തിയോട് മരുന്നൊക്കെ തന്നു. ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു സാറേ ഈ അസുഖം നമുക്ക് മരുന്ന് കഴിച്ചാൽ മാറുമോ? കാരണം മരുന്ന് കഴിച്ചിട്ട് മാറുന്ന ഒട്ടും കുറവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു സാറേ അങ്ങനെ മരുന്ന് കഴിച്ചാൽ കുറയുമോ, ഈ അസുഖം അങ്ങനെ മാറുന്നതാണോ എന്ന് ചോദിച്ചവൻ പറഞ്ഞു കപ്പാസിറ്റി പോയത് ഒരിക്കലും മരുന്ന് കൊണ്ട് തിരിച്ചു വരികയില്ല, അതിങ്ങനെ കുറേശ്ശെ പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിധി എഴുതി കടയൊക്കെ നിർത്തി വീട്ടിലിരിക്കുന്ന അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും. പെട്ടെന്ന് ഞാൻ ഓർത്ത് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് കൃപാസനം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോകാമെന്നും പറഞ്ഞ് ഇവിടെ വന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ വിരലേലെ ഒരു ശകലം സൈത്ത് പുരട്ടി തന്നു. എന്നോട് ഇവിടെ നിൽക്കുന്ന സിസ്റ്റർ പറഞ്ഞു ബാത്റൂമിൽ പോയി വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് നെഞ്ചത്ത് പുരട്ടിക്കോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തു. ബാത്റൂമിൽ ചെന്ന് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ തേച്ചത് ആ സമയത്ത് എൻ്റെ നെഞ്ചിൽ നിന്ന് എന്തോ ഒരു ഭാരം പോകുന്ന പോലെ എനിക്ക് തോന്നി. ഇന്ന് വരെ എനിക്ക് ഒരു ഡോക്ടറെ പിന്നെ അതിൻ്റെ പേര് കാണേണ്ടിയായിട്ട് വന്നില്ല.
എൻ്റെ അമ്മ എന്നെ അതിനനുവദിച്ചില്ല. പിന്നെ എനിക്ക് 11ാമത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പുതുക്കാൻ വന്നു. എനിക്കൊരു കയറി താമസമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് വേണ്ടാന്ന് വിചാരിച്ച് രാവിലെ പോകുന്നില്ല. അവർ പറഞ്ഞു രാവിലെ വരണം, ആ ചടങ്ങിന് വന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം, അതുകൊണ്ട് എന്നെ ഉടമ്പടി പുതുക്കേണ്ട ദിവസമാണ്. ഞാൻ മാറ്റമില്ല, എനിക്കത് 18ാം തീയതി എന്നുള്ള. ഇന്ന് ഞാൻ ഒരാളെ കൊണ്ടുവരേണ്ട പേർക്കാണ് ഇന്ന് 16ാം തീയതി വന്നത്, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞേ വരുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ആൾ കുറവായിരുന്നു, ഇടദിവസമായിരുന്നു. ഇവിടെ വന്ന് അമ്മയുടെ ഒക്കെ ചെന്ന് ഞാൻ നിന്നപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇന്ന് ആൾ കുറവാണല്ലോ, അമ്മയെ എടുക്കാനൊരു അവസരം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നു. പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും നിന്നവർക്ക് എന്തോ അസുഖമൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. അന്നേരം ഞാൻ വിചാരിച്ചു അത് അമ്മയുടെയോ ഈശോയുടെയോ കുറ്റമല്ല, എൻ്റെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ഞാനങ്ങ് പോയി. അമ്മ എന്നിലും കൂടുതലായിട്ട് അമ്മയെ സ്നേഹിക്കുകയും ഉടമ്പടിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്കായിരിക്കും അമ്മ കൊടുത്തത്. കുഴപ്പമില്ല, എനിക്ക് സന്തോഷം. എനിക്ക് അമ്മയെ പോലെ തന്നെ ഒരു ഗ്രോട്ട് മേടിച്ച്, അമ്മയുടെ ഒരു ഇത് മേടിച്ച് എന്നോട് വെച്ചിട്ടുണ്ട്. ഞാൻ അത് എടുത്തുകൊണ്ട് നടന്നു ഈ ഒരു സങ്കടം മാറാൻ. അത് കഴിഞ്ഞ് ഞാൻ മെഴുതിരി വെച്ച് രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ നോക്കുമ്പം ആദ്യം ഒരു പൂ ഇങ്ങനെ വന്നു. അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ലേ, അതുകൊണ്ടാണോ എനിക്ക് കിട്ടാനെന്നൊക്കെ ഞാൻ പരാതി ഇച്ചിരി പറഞ്ഞെങ്കിലും എനിക്കറിയാം. എനിക്കൊരു പരാതിയില്ല എൻ്റെ അമ്മയോട് കേട്ടോ. എൻ്റെ ആയുസ്സും ആരോഗ്യമൊക്കെ തന്ന് എന്നെ വഴി നടത്തുന്ന എൻ്റെ അമ്മയോട് എനിക്കൊരു പരാതിയില്ല. എൻ്റെ അപ്പനും അമ്മയായിട്ട് ഞാൻ കണ്ട് ഞാനിന്ന് സ്നേഹിച്ച് ജീവിക്കുകയാണ് അവരുടെ കൂടെ. എനിക്കൊന്നും തന്നില്ലെങ്കിലും തന്നതിന് നന്ദി പറഞ്ഞ് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ നോക്കുമ്പോഴത്തേക്കിനും ഒരു പൂവ് വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടു. ഞാൻ അത് കണ്ട് എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ആ പൂവ് മാറി ഒരു ഹൃദയത്തിൻ്റെ വടം പോലെ വന്നു. ഞാനത് മൊബൈലിനകത്തെടുത്തു, എല്ലാവർക്കും അയച്ചു കൊടുത്തു. രാവിലത്തെ ഡെയിലി ബ്രെഡ് ആയാലും എല്ലാവർക്കും അയച്ചു കൊടുക്കും. അച്ഛൻ്റെ കൂടെ എനിക്ക് 4:45 ഞാൻ എഴുന്നേറ്റ് ശുദ്ധി വരുത്തി ഡ്രസ്സെല്ലാം മാറിയിട്ടാണ് രാവിലെ നമ്മുടെ പ്രാർത്ഥന ബുക്കിനകത്ത് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് 5:30 ആകുമ്പോൾ കൃത്യമായിട്ട് 5:30 ആകുമ്പോഴും 7 മണിയാകുമ്പോഴും കടയിൽ നിന്ന് ഞാൻ അതനുസരിച്ച് വരും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ബൈബിളും ഒക്കെ വായിച്ച് പിന്നെ 3 മണിക്ക് ജപമാല ചൊല്ലും. കടയിലിരുന്നായതുകൊണ്ടൊന്നും ശരിയാകത്തില്ല, അതിന് ഞാൻ അന്നത്തെ ദിവസം വീട്ടിൽ വന്ന് ചൊല്ലും. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് വന്നു. പിന്നെ പത്രം കിട്ടിയാൽ ഞാൻ പത്രത്തിൽ എഴുതും. ഒന്നുകിൽ കുരിശ് വരച്ചേച്ച് ഞാൻ വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ എഴുതും. നിങ്ങൾ ഏത് ജാതിയും ആയിക്കോട്ടെ, മതവും ആയിക്കോട്ടെ, അവിടെ ജാതിയില്ല. ഇങ്ങനെ ഒരു കൃപാസനമുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ദുരന്തത്തിൽ കെട്ട് കഴിയുന്നവരാണെങ്കിൽ തീർച്ചയായും കൃപാസനത്തിൽ പോയിട്ട് എൻ്റെ ഫോൺ നമ്പറും ചില പ്രാവശ്യം ഞാൻ എഴുതാറുണ്ട്, എല്ലാ പ്രാവശ്യമൊന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ പോവുക, ഉടമ്പടി എടുക്കുക, അവിടെ ഉടമ്പടിയിൽ ജീവിക്കുക എന്ന് പറയുകയും ആ പത്രത്തിൽ എഴുതുകയും ചെയ്യും. പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ പത്രം കൊണ്ട് ചെല്ലുമ്പോൾ ആദ്യമൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് കിടപ്പ് രോഗികൾക്ക് കൊടുക്കുമായിരുന്നു. കിടപ്പ് രോഗികൾക്ക് കൊടുക്കുമ്പം അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കാല് കെട്ടാനായിട്ട്, മുറിവുള്ളവരാണെങ്കിൽ വെരിക്കോസ് വെയിൻ്റെയൊക്കെ ഉള്ളവരാണെങ്കിൽ കാല് കെട്ടാനൊക്കെ പത്രം ഉപയോഗിക്കും. അത് ഞാൻ കണ്ടു. ഞാൻ അവരോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ചെയ്യരുത്, ഒത്തിരിയും പേരുടെ ജീവിതമാണിത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെയും അവരുടെ കിടക്കുന്ന രോഗികൾക്ക് ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. OP-യിൽ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ അങ്ങനെ എല്ലാ അയൽവക്കത്ത് കൊടുക്കും, OP-യിൽ ആശുപത്രിയിൽ OP കൊടുക്കും, പിന്നെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കും. ഓട്ടോക്കാർക്ക് എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറില്ല. ആദ്യമൊക്കെ കൊടുക്കുമായിരുന്നു, ഇപ്പോൾ കൊടുക്കുകയില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പത്രം മേടിച്ചുകൊണ്ട് പോയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്തെങ്കിലും ഒന്ന് വിശേഷമായിട്ട് എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ ചെന്നിട്ട് എല്ലാവർക്കും വണ്ടിയെ കയറി കൊടുത്തു. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, എന്നെ അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ലെന്ന് എൻ്റെ തോന്നൽ. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് വിഷയമില്ല, എനിക്ക് അതിനകത്ത് പ്രയാസമേ ഇല്ല. ഞാൻ എൻ്റെ ഈശോയോടും അമ്മയോടും കൂടെ ജീവിക്കുകയാണ്. ഇന്ന് ഉടമ്പടിയിലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥയും എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥയും എല്ലാം പരിതാപകരമായി എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മയെയും ഈശോയെയും സ്നേഹിച്ച് അതിനെ നന്ദി പറഞ്ഞ് ജീവിക്കുകയാണ്. എൻ്റെ നിത്യതയിലും എൻ്റെ നാട്ടിലുള്ളവരൊക്കെ എല്ലാ മതസ്ഥരും എന്നോട് ചോദിക്കാറുണ്ട്, നീ ഇങ്ങനെ ജീവിച്ചാൽ നിൻ്റെ മരണത്തിൽ നിനക്ക് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കാറുണ്ട്. നിന്നെ മരിക്കുമ്പോൾ ഞാൻ പറയും, ഇന്ന് ഞാൻ ജീവിക്കുന്ന ഈശോയുടെ അമ്മയുടെയും കൈ പിടിച്ചാണ്, അന്നും അവർ തന്നെ നോക്കിക്കോളും, എൻ്റെ ആത്മാവിനെ അവർ കൊണ്ടുപോയിക്കോളും, പിന്നെ ശരീരമല്ലേ അത് എന്തെങ്കിലും ചെയ്തോട്ടെ, എനിക്കതിന് വിഷയമില്ല എന്ന് പറയും. അങ്ങനെ ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. ഉടമ്പടി എടുത്ത എല്ലാ മക്കൾക്ക് വേണ്ടിയും, നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫച്ചന് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അവർക്ക് എന്തെങ്കിലും വന്നാൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ നിയോഗങ്ങൾ എഴുതുന്നത്. എൻ്റെ പേർക്ക് ഞാൻ നിയോഗങ്ങൾ കുറവാണ്. ആദ്യമൊക്കെ എഴുതുമായിരുന്നു, ഇപ്പം ഞാൻ എഴുതാറില്ല. എൻ്റെ സങ്കടങ്ങൾ ഞാൻ അമ്മയോട് കൂടെ ജീവിക്കുമ്പോൾ എനിക്കെന്താണ് സങ്കടം, എനിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എൻ്റെ അമ്മ മാറ്റിത്തരും. കഴിഞ്ഞ ദിവസം എനിക്കൊരു തലവേദന വന്നു.
തലവേദന എന്ന് പറഞ്ഞാൽ അത് ചെറുതൊന്നുമല്ല, ഭയങ്കര തലവേദന, അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തലവേദന, കണ്ണ് തുറക്കാൻ മേലാത്ത പോലുള്ള തലവേദന. ഞാൻ ഇച്ചിരി തൈലം എടുത്ത് ഞാൻ പുരട്ടി, എന്നാലും അങ്ങോട്ട് കുറയുന്നില്ല. കൊച്ചിത് കണ്ടപ്പോൾ ഓടി വന്ന് എൻ്റെ മകളെ എന്നോട് പറഞ്ഞു, അമ്മ ഇച്ചിരി വിക്സ് വരട്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ല മോളെ, എനിക്ക് വിക്സ് വേണ്ട. ഞാൻ കൈ മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ തേക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ വിക്സ് മാറ്റിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ തൈലത്തിൻ്റെ ഇതിൽ തന്നെ എൻ്റെ വേദന ഇച്ചിരി കുറഞ്ഞു, ഞാൻ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് പിന്നെയും ഒരു തലവേദന വന്നു. അപ്പം അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലെ 5:30 ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു, ശിരസിൻ്റെ വേദനയും ശിരസിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ ഇതെൻ്റെയും കൂടെ കാര്യമാണല്ലോ അച്ഛൻ പറയുന്നതെന്ന് പറഞ്ഞു ഞാൻ ഓർത്തു. പക്ഷേ അതിൽ പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു തലവേദന വന്നിട്ടില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിക്കുന്നു. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇത് മാത്രം എൻ്റെ ലോകത്തിൽ എനിക്ക് മതി. എൻ്റെ നിത്യതയിലും എപ്പോഴും ഈശോയോടും അമ്മയോടും കൂടെ ആയിരിക്കാൻ. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഈശോയോടും അമ്മയോടും കൂടെ ജീവിക്കും. നമുക്ക് എന്താണ് ആത്മീയതയെ കുറവ് വരുന്നത്? എന്തെങ്കിലും തെറ്റുകൾ വന്നാലും അപ്പനും അമ്മയല്ലേ നമ്മളെ തെറ്റുകൾ തിരുത്തി അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. ഇനിയും അങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അമ്മയോടും എൻ്റെ ഈശോയോടും മാത്രം എൻ്റെ സ്വർഗത്തോടു കൂടി ജീവിക്കണമെന്നാണ് എനിക്ക്. ഞാൻ നിങ്ങളോട് എല്ലാവരും വീണ്ടും അങ്ങ് പറയുകയാണ്, ആരും 90 ദിവസത്തേക്കിനാണ് ഉടമ്പടിയെന്ന് വിചാരിക്കരുതേ. നിങ്ങൾ മുന്നോട്ട് പോകണം. പക്ഷേ മുന്നോട്ട് പോയപ്പോഴാണ് എൻ്റെ ഭർത്താവിന് പ്രശ്നം വന്നതും എനിക്ക് പ്രശ്നം വന്നതും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ കൃപാസനത്തിലെ ഉടമ്പടിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് പരിഹാരം ഉണ്ടാകും. ഞാൻ പറയുന്നവരോടല്ല അത് പറയും. ഞാൻ ബസ്സേ കയറുമ്പോഴും കടയിലായാലും ഞാൻ ഇങ്ങനെ ചെവി ഓർത്തിരിക്കും. എന്തെങ്കിലും അവരിൽ നിന്നൊന്ന് പറഞ്ഞു കിട്ടാനായിട്ട് ഞാൻ നോക്കും. അവർ എന്തെങ്കിലും ഒന്ന് അവർക്ക് മേലാഴിയോ സാമ്പത്തിക പ്രശ്നമോ പറഞ്ഞാൽ അന്നേരം ഞാൻ എല്ലാ വിധവും പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇന്നടത്ത് പോകണം, അത് ഇന്നത് വഴിയാണ്, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് ഞാൻ പറയാറുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈശോയുടെ അമ്മയുടെ തൃപ്പാദത്തിൽ ഞാൻ ഈ സാക്ഷ്യം സമർപ്പിക്കുകയാണ്. എന്നെ രണ്ടാമത് ഈ ആൾക്കാരെ കയറ്റി നിർത്തി. പിന്നെ എനിക്ക് ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ ഇടയിലൊന്നും എനിക്ക് സാക്ഷ്യം പറയാനോ ഒരു വാക്ക് പറയാനോ കയറി നിൽക്കാനോ ഉള്ള ധൈര്യം എനിക്കില്ലാത്തവളാണ്. പക്ഷേ എല്ലാം തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ സഹായകനാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 63, 7, 8 വചനങ്ങളാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അവിടുത്തെ ചിറകിൻ്റെ കീഴിലാണ് നമുക്ക് സംരക്ഷണവും കരുതലുമുള്ളത്. അവിടുത്തെ വലത് കൈയാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും കടബാധ്യതകളിലും രോഗാവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതം അകപ്പെട്ടു പോകുമ്പോൾ ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്നാണ്. കൃപാസനം അമ്മയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ചിറകുകളുടെ നിഴല് പോലെ ഉടമ്പടി മക്കളെ സംരക്ഷിക്കുന്നത്. ഉടമ്പടിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം അനുഭവിക്കുന്നത് ഒരു അമ്മയുടെ കരുതലും ആശ്വാസവുമാണ്. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ ഓരോരുത്തരെയും ആ ചിറകിന് കീഴിലേക്ക് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. ഉടമ്പടി മക്കളെ, ദൈവം നമ്മെ വലതു കൈ കൊണ്ട് താങ്ങുന്നു എന്നുള്ള വിശ്വാസമാണ്, ഉറപ്പാണ്. ഉടമ്പടിയിൽ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും വലിയ ഉറപ്പ്. അങ്ങനെയുള്ള ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് സഹോദരി ശ്രീലത നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മയെപ്പറ്റി അടുത്തറിഞ്ഞത് ഒരു കൃപാസനം പത്രത്തിൽ കൂടെയാണ്. അന്ന് പത്രം കിട്ടിയപ്പോൾ എവിടെയാണ് എന്താണെന്ന് ഒന്നും അറിയില്ല. പക്ഷെങ്കിൽ ഈ സഹോദരി പറയുന്നത്, ഇന്ന് ഞാൻ ഓരോ പത്രം കൊടുക്കുമ്പോഴും കൃപാസനത്തെപ്പറ്റി പറയുകയും എൻ്റെ അനുഭവത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും അവരോട് ചിലപ്പോൾ എഴുതി കൊടുക്കും പത്രത്തിൽ, ജീവിതത്തിൽ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന്. കാരണം ആദ്യമായി കൃപാസനം പത്രം കിട്ടിയപ്പോൾ ആ അറിവ് എനിക്ക് ലഭിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ പത്രം കൊടുക്കുമ്പോൾ, ഓരോ പത്രം കൊടുക്കുമ്പോഴും എൻ്റെ അനുഭവം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൃപാസനത്തിൻ്റെ ലൊക്കേഷൻ പോലും അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടെ സഹായിച്ചിട്ടാണ് ഈ സഹോദരി അവിടെ നിന്ന് പോകുന്നത്. അത്രയ്ക്കും ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെയാണ് കൃപാസനത്തിലെ ഓരോ പത്രവും കൊടുക്കുന്നത്. അതും ബസ്സിലും ബസ് സ്റ്റോപ്പിലും റോഡ് സൈഡിലുമൊക്കെ എല്ലായിടത്തും ചെന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രോഗികൾ അത് മിസ്യൂസ് ചെയ്യാതിരിക്കാനായിട്ട്
പ്രാർത്ഥിച്ചാണ് ഓരോരുത്തരുടെ കരങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കുന്നത്. അത് ഈശോയുടെ മമ്മിയുടെ സ്നേഹത്തെ പ്രതിയാണ്, അല്ലാതെ ഉടമ്പടി കൊണ്ടല്ല. അത് ദൈവസ്നേഹത്തെ പ്രതി മാത്രമാണ് ഈ പത്രങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അങ്ങനെ ആ കൃപാസനം പത്രം ലഭിക്കുകയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുവാനായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് സാധിച്ചില്ല. പിന്നീട് അമ്മ തന്നെ ഒരു സ്വപ്നത്തിൽ കൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. രാവിലെ 5:30 ഒരു സ്വപ്നം കാണുകയും പെട്ടെന്ന് സമയം നോക്കാനായിട്ട് മൊബൈലിൽ തുറന്നപ്പോൾ ആദ്യം ഒരു പരിശുദ്ധ കൃപാസനം അമ്മയുടെ പള്ളിയിൽ നിന്നുള്ള ഉടമ്പടി ധ്യാനമാണ് കേട്ടത്. പിന്നീട് ഹസ്ബൻഡിനോട് പറയുകയും ചെയ്ത് എനിക്കിവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ കോട്ടയത്തു നിന്നും ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. ഇത് ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന, ഉടമ്പടിയിൽ നിലനിൽക്കുന്ന ഒരു സഹോദരിയാണ്. 12 പ്രാവശ്യം ഉടമ്പടി പുതുക്കുകയും ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ശരീരത്തിലൊരു നെഞ്ചിടിപ്പുണ്ടായിരുന്നു. അത് പല പ്രശ്നങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തു. അത് ചെസ്റ്റ് കപ്പാസിറ്റി കുറയുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പല മരുന്നുകൾ കഴിച്ചു, ഹോമിയോയിൽ പോയി. പക്ഷേങ്കിൽ അവസാനമായിട്ട് ഡോക്ടറോട് വീണ്ടും ചോദിക്കുകയാണ് ഈ സഹോദരി, മരുന്ന് കൊണ്ട് ഈ രോഗം മാറുമോ എന്ന്. പക്ഷേങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞത് കപ്പാസിറ്റി കൂടില്ല, പക്ഷേങ്കിൽ എങ്ങനെയെങ്കിലും നിലനിർത്താൻ സാധിക്കുമെന്നാണ്. പിന്നീടാണ് ഈ മോൾക്ക് മനസ്സിലായത് ഇനി ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയിൽ എനിക്ക് രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുമെന്ന് ഈ സഹോദരിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും പിന്നീട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സൈത്ത് കൊടുക്കുകയും ആ സൈത്ത് അവിടെ വാഷ്റൂമിൽ പോയി പ്രാർത്ഥിച്ച് തേൽച്ച് ആ നിമിഷം തന്നെയാണ് ഈ സഹോദരിക്ക് എന്തോ നെഞ്ചിൽ നിന്ന് പോയതായിട്ട് തോന്നിയത്. ആ നിമിഷം തന്നെയാണ് ഉടമ്പടി ഉടനടി എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച ആ ദിവസം തന്നെ സൈത്ത് തേച്ച് ആ നിമിഷം തന്നെയാണ് ഈ സഹോദരിയുടെ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടത്. ഇവിടെയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലുണ്ട്. നമുക്ക് മെറിറ്റില്ല. ഡോക്ടേഴ്സ് പറയുകയാണ് ഇനി ഇത് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ, മരുന്നില്ല എന്ന് പറയുമ്പോഴും മരുന്നുള്ള ഒരു വ്യക്തിയുണ്ട് നമ്മുടെ കൂടെ. അത് പരിശുദ്ധ അമ്മയാണ്, കൃപാസനം അമ്മ. നമുക്ക് സാധ്യമായ കാര്യമാണ് സാധ്യമാക്കി തരുന്നത്. നമ്മൾക്ക് കഴിവില്ല, മരുന്നുകൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞതാണ്. മരുന്നില്ലാതെ തന്നെ സാധാരണ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് സൈത്ത് ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ആ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അത് ഈ മകളുടെ ആത്മീയ ജീവിതത്തിലുള്ള ആസ്ഥിയിലൂടെയാണ്. ഈശോയുടെ അമ്മയുടെ ചേർന്ന് ഒട്ടു നിൽക്കുമ്പോഴാണ് അവിടുന്നാണ് എൻ്റെ സഹായകനെന്നും അവിടുത്തെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കുമെന്നുമുള്ള ആ സങ്കീർത്തനത്തിലുള്ള വചനമാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ. ഈശോയുടെ അമ്മയുടെ ഒട്ടു നിൽക്കുമ്പോൾ, ആ ചിറകിൻ കീഴിൽ അഭയം തേടുമ്പോൾ, ശരണം തേടുമ്പോൾ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ സഹോദരിക്ക് കണ്ടുമുട്ടാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മയെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെങ്കിൽ കിട്ടിയില്ല. ആ സങ്കടത്തോടെ അല്പം സങ്കടത്തോടെയാണ് പോയത്. പക്ഷെങ്കിൽ അമ്മ ആ കൊച്ചു സങ്കടം പോലും മനസ്സിലാക്കാൻ സാധിച്ചു. പിറ്റേ ദിവസം തന്നെ ഉടമ്പടി മെഴുകുതിരി നമുക്കറിയാം, രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ തിരിയിൽ പൂവിൻ്റെ രൂപത്തിൽ വന്ന് പിന്നീട് അത് ഹൃദയമായി മാറുകയാണ്. മകളോട് സഹോദരിയോട് പറയുകയാണ്, പേടിക്കേണ്ട, ഉടമ്പടി ഈ പ്രത്യക്ഷണത്തിൽ കിട്ടിയില്ല, പക്ഷെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു സാന്നിധ്യമാണ് ആ മെഴുകുതിരിയിലൂടെ അമ്മ മാതാവ് വെളിപ്പെടുത്തി കൊടുത്തത്. അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചറിയണമെങ്കിൽ അമ്മയുടെ അത്രമാത്രം അടുപ്പമുണ്ടായിരിക്കണം. ഈ മോൾക്ക് അത്രമാത്രം അടുപ്പം ഉണ്ടായിട്ട് തന്നെയാണ്, ആ സ്നേഹം കൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് മനസ്സിലറിയാൻ സാധിക്കുകയും ആ മകളുടെ ആഗ്രഹം അനുസരിച്ച് അമ്മ ആ മെഴുകുതിരിയിലൂടെ അമ്മയുടെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത്. തലവേദന വന്നപ്പോഴും മറ്റെല്ലാ രോഗങ്ങൾ വരുമ്പോഴെല്ലാം ഉടമ്പടി തൈലം, നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗമാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുകയാണ്. വിശേഷവിധിയായിട്ട് നമ്മളെന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോഴാണ് നമ്മൾ പറയുന്നത്, ബസ്സിൽ കയറി ആരോടും എപ്പോൾ എവിടെ വേണേലും ഞാൻ ഈശോയുടെ അമ്മയെപ്പറ്റി പറയാനായിട്ടുള്ള ഒരു കരുത്ത് അത് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ആരോ ചോദിച്ചു ഇപ്പോഴിങ്ങനെ, പക്ഷേങ്കിൽ മരണശേഷം നിങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഒരു നല്ല ഉത്തരം തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. എൻ്റെ ആത്മാവിനെ ഈശോയും അമ്മയും ഏറ്റെടുക്കും. ഞാൻ നിത്യതയിലേക്കുള്ള ജീവിതത്തെപ്പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ശരീരത്തെ അവിടെയുള്ളവരെ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ മരിക്കുന്ന സമയത്തെന്നാണ്. അത്രമാത്രം ആഴത്തിലുള്ള ഒരു ആത്മീയതയാണ് ഈ മകൾക്കുള്ളത്. നിത്യതയെപ്പറ്റി ഇപ്പോഴാലോചിക്കുവാനും നിത്യതയിലേക്കുള്ള വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാനും
പിന്നെ ആ നിമിഷം മരിച്ചതിന് ശേഷം എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളട്ടെ, ആചാരപ്രകാരമോ എന്ത് നിയമപ്രകാരമോ ചെയ്തു കൊള്ളട്ടെ, പക്ഷേ എൻ്റെ ആത്മാവും ശരീരവും ഈശോയുടെ മമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോഴുള്ള ആ നിത്യതയെപ്പറ്റി ഇപ്പോൾ തന്നെ ഈശോയും അമ്മയും തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഉടമ്പടിയിൽ പ്രശ്നങ്ങളിലെല്ലാം പരിഹാരമുണ്ടെന്നുള്ള ആ വിശ്വാസത്തോടെ മറ്റുള്ളവർക്ക് ഉടമ്പടിയെപ്പറ്റിയും കൃപാസനം അമ്മയെപ്പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഒരു വലിയ സാക്ഷിയായിട്ട് മാറുകയാണ്. സങ്കീർത്തനം 41 പറയുന്ന പോലെ, ഞാൻ ക്ഷമാപൂർവ്വം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു എന്നാണ്. ഈ മകളുടെ ഓരോ നിലവിളികളും ഓരോ പ്രാർത്ഥനയും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല, കൂടുതൽ ആത്മീയതയിലേക്കാണ്. ആഗ്രഹങ്ങളൊന്നും അധികമില്ല എന്നാണ് 12 പ്രാവശ്യം പുതുക്കിയപ്പോൾ ഈശോയുടെ മമ്മയുടെ ചേർന്ന് നിന്ന് ഒരു ആത്മീയതയിലേക്കുള്ള ഒരു യാത്രയാണ്, ജീവിതയാത്രയാണ് നയിക്കുന്നതെന്നാണ് ഈ സഹോദരി പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയിലും ചേർത്ത് നിന്ന് ആ ചിറകിൻ്റെ കീഴിൽ ആനന്ദിക്കാനും അഭയം തേടാനും ശരണം തേടാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവ് അങ്ങോട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. ആ താങ്ങി നിർത്തുന്ന സ്നേഹം നമുക്കും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനുള്ള അനുഭവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീലതയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധമായ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശോഭന രാജേന്ദ്രൻ. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ ഇരട്ടയാറിൽ നിന്നുമാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ മോനും എൻ്റെ അമ്മയുമാണ്. ഞാനിവിടെ വന്ന ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത 2023 ഓഗസ്റ്റ് 31 എനിക്ക് കൃപാസനത്തെപ്പറ്റി ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് ആദ്യമായിട്ടൊരു പ്രാർത്ഥന ഒരാളെൻ്റെ അടുത്തുള്ളൊരു കൂട്ടുകാരി തന്ന് അത് ഒരു 3-4 മാസം പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കിവിടെ വരാനൊത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം, എൻ്റെ മോൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവൻ ദുബായിൽ പോകാനിരുന്ന സമയത്താണ് ഞാനിവിടെ വന്നത്. അപ്പം ഞാൻ നിയോഗത്തിൽ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് എൻ്റെ മോനെ ദുബായിൽ ചെന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് അവൻ ദുബായിൽ ചെന്ന് ഒരു 15 ദിവസം പോലും ആകുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ അവന് നല്ലൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് നല്ല സാലറിയോടുകൂടി ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നെ അതുകൂടാതെ അവൻ്റെ താമസ സൗകര്യത്തിന് വേണ്ടി ഞാൻ നിരന്തരം അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ 4 എന്നൊരക്കം എന്നെ കാണിച്ചു തന്നു. ആ 4 എന്ന അക്കം കാണിച്ചു തന്ന് സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ച് ഒരു ദിവസം അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് താമസ സൗകര്യം ഒത്തു, 1-ാം തീയതി താമസിക്കാൻ പോകാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ 1-ാം തീയതി പോകാൻ ഒത്തില്ല. പരിശുദ്ധ അമ്മ കാണിച്ചു തന്നപോലെ അവിടെ നാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് അവന് 4-ാം തീയതിയാണ് താമസിക്കാൻ പറ്റിയത്. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ്. ഞാനിവിടെ ഉടമ്പടി നിയോഗമായിട്ട് വെച്ചത് എൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം മൂലം എനിക്ക് പുകച്ചിലും കട്ടുകിടപ്പുമൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10 വർഷത്തോളമായിട്ടുണ്ടായിരുന്നതാണ്. ഒരുപാട് മരുന്നുകൾ വാങ്ങിച്ചു, ആയുർവേദവും ഹോമിയോയും ഇംഗ്ലീഷ് മരുന്നും ഒക്കെ മേടിച്ച മാറ്റമില്ലായിരുന്നു. ഉടമ്പടി നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് നേർച്ച വസ്തുക്കൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചതും കൊണ്ടും എനിക്ക് അത് പൂർണ്ണമായിട്ടും മാറ്റി തന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കൈക്ക് വേദന ഉണ്ടായിരുന്നു. കൈ വേദനയ്ക്ക് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ മരുന്ന് മേടിച്ചു. 1 മാസത്തോളം മരുന്ന് കഴിച്ചിട്ടും വേദന കുറയാതെ വന്നപ്പം ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒരു മാമോഗ്രാം ചെയ്ത് നോക്കാൻ പറഞ്ഞു. മാമോഗ്രാം ചെയ്തപ്പം 2 ബ്രസ്റ്റിലും തടിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പിന്നീട് വന്നപ്പം ഉടമ്പടി നിയോഗത്തിൽ വെക്കുകയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്ത് നേർച്ച വസ്തുക്കൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് 4 മാസത്തിന് ശേഷം പിന്നീട് സ്കാൻ ചെയ്തപ്പം തടിപ്പ് അവിടെ ഇല്ല, അത് പൂർണ്ണമായിട്ട് മാറ്റി തൊലിക്ക് കട്ടി കൂടിയതുള്ളതെന്ന് ഡോക്ടർ പറഞ്ഞു. മാമോഗ്രാം ചെയ്യേണ്ടി വന്നില്ല, സ്കാൻ ചെയ്യേണ്ടി മാത്രമേ വന്നുള്ളൂ. ആ അസുഖവും മാറ്റി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് കിട്ടിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണിത്. ഞാനിതെല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് അസുഖങ്ങൾക്കെല്ലാം മാറ്റം കിട്ടിയത്. എന്നും രാവിലെ സ്ഥിരമായിട്ട് ഉപ്പിട്ട വെള്ളം കുടിക്കും, തൈലം തൊട്ട് കുരിശ് വരയ്ക്കും, പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെയ്യുമായിരുന്നു. പിന്നെ മോനാണേലും ജോലിക്ക് പോയപ്പോൾ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ കൃപാസന പത്രം വെച്ചിരുന്നു. നേർച്ച വസ്തുവായി ഉപ്പ് കൊടുത്തു വിട്ടു. അതെല്ലാം മുടങ്ങാതെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ അത് ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നല്ല, അല്ല മാതാവായിട്ട് കാണിച്ചു തന്ന് മാറ്റി തന്നാണ്. അമ്മ അവിടെ അടുത്ത് തന്നെ ഒരു ആയുർവേദത്തിൽ മരുന്നിന് പോകുമായിരുന്നു. മരുന്നിന് പോയപ്പോൾ ഒരു ദിവസം അമ്മയോട് ഡോക്ടർ ചോദിച്ചു, അമ്മച്ചിക്ക് തൈറോയ്ഡ് ഉണ്ടോയെന്ന്. അമ്മ പറഞ്ഞു തൈറോയ്ഡൊന്നും ഇല്ലെന്ന്. അപ്പോൾ പണ്ടെപ്പോഴോ നോക്കിയിട്ടുണ്ട്, ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലെന്നാണ്. അപ്പോൾ പറഞ്ഞു ഒന്ന് തൈറോയ്ഡ് നോക്കിയാൽ കൊള്ളാം എന്ന് ഡോക്ടർ പറഞ്ഞു. അമ്മ അതത്ര കാര്യമാക്കി എടുത്തില്ല. വീണ്ടും 1 മാസത്തിന് ശേഷം മരുന്ന് ചെയ്തപ്പോൾ ഡോക്ടർ വീണ്ടും അമ്മയോട് പറഞ്ഞു തൈറോയ്ഡ് നോക്കിയോന്ന്. അമ്മ അന്നേരം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ തൈറോയ്ഡ് ഒന്ന് നോക്കിയാൽ സ്കാൻ കൂടി ചെയ്തേക്കാൻ പറഞ്ഞു.
അപ്പോൾ ഡോക്ടർ ചെയ്യുവാണെങ്കിൽ ഇവിടെ ചെയ്യണ്ട, ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകണോ അല്ലെങ്കിൽ കാരിത്താസിൽ പോകണമെന്ന് പറഞ്ഞു. അമ്മ ഇത് വന്ന് എന്നോട് പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം അവിടെ അഡ്മിറ്റ് ആയ രോഗികൾക്ക് അവിടെ സ്കാനിങ്ങോ ടെസ്റ്റുകളോ നടത്തുള്ളൂ, വെളിയിൽ നിന്ന് ചെയ്തിട്ട് വരാൻ പറഞ്ഞ് കുറിച്ച് തന്നു. ഞങ്ങളത് ചെയ്യാൻ വന്നപ്പോൾ താമസിച്ചുകൊണ്ട് തൈറോയ്ഡ് നോക്കാൻ മാത്രം കൊടുത്തിട്ട് പോയി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് മേടിച്ച് ആദ്യം പോയി കണ്ട ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ തൈറോയ്ഡ് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, സ്കാൻ ചെയ്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു സ്കാൻ ചെയ്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഒരു സ്വപ്നം കണ്ടു. അമ്മയോട് ഒരു നേഴ്സ് വന്ന് രാത്രി വന്ന് ചോദിക്കുക സ്കാൻ ചെയ്യാൻ പോകുന്നില്ലേന്ന് ചോദിച്ചായിട്ട്. സ്കാൻ ചെയ്യാൻ പോകുന്നില്ലെന്ന് ഒരു നേഴ്സ് ചോദിച്ചെന്ന് പറഞ്ഞ് അമ്മ രാവിലെ വിളിച്ച് എന്നോട് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് ഈ ഉടമ്പടിയിൽ ഇരിക്കുന്നതുകൊണ്ടും സാക്ഷ്യങ്ങൾ കേൾക്കുന്നതുകൊണ്ടും എനിക്ക് അത് മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണെന്ന് തോന്നി. ഇപ്പം ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ അമ്മയെ വിളിച്ചുകൊണ്ട് സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്തപ്പോൾ അറിയുന്ന അമ്മയുടെ തൊണ്ടയിൽ 3 മുഴയുണ്ട്. ഞങ്ങൾ അതുമായിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ബയോപ്സിക്ക് എടുക്കണമെന്ന്. ബയോപ്സിക്ക് കൊടുത്തു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ബയോപ്സിക്ക് എടുത്തിട്ട് ഇറങ്ങി വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു 2 തവണ അവർ ഫ്ലൂയിഡ് കുത്തിയെടുത്തു, അതിലൊരു തവണത്തേനകത്ത് മഞ്ഞ കളറിലായിരുന്നേ, ഒന്ന് നല്ല വെള്ളം പോലെ ആയിരുന്നേന്ന് പറഞ്ഞു. അത് അത്ര കാര്യമാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിലൊരു മുഴ സാമാന്യം വലിപ്പമുള്ളത്, അത് ഒരു മാങ്ങ പഴുത്ത് ദ്രവിച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ അതിൻ്റെ പുറം ഇങ്ങനെ ദ്രവിച്ച് പോയിരിക്കുന്നതാണ്. ഇപ്പം നിലവിൽ അത് ക്യാൻസറോ അങ്ങനെയൊന്നും ആയിട്ടില്ല, പക്ഷേ ഒരുപക്ഷെ ഭാവിയിൽ അങ്ങനെ വന്നെന്നും വരാം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് 75 വയസ്സുണ്ടെന്ന് പറഞ്ഞു. സാരമില്ല, ഈ തൈറോയ്ഡ് സ്കാൻ്റെ ക്യാൻസറൊക്കെ സ്പ്രെഡ് ആകുന്ന പതുക്കെയാണ്, ഒരു 10 വർഷമൊക്കെ എടുക്കും, അതുകൊണ്ട് ഇപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, സർജറി ഒന്നും ചെയ്യണ്ട, സർജനെ കൂടി കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ സർജനെ കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം ഇത് കണ്ടിട്ട് 1 മാസം കഴിഞ്ഞ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. 1 മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴും അവർ മരുന്നൊന്നും തന്നു വിട്ടില്ല. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഒരു 4 മാസത്തോളം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് പേടിയാണ്, മുഴയല്ല ഇനി വളരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒന്നുകൂടി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴും ചെറുതായിട്ട് വളരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ആ സ്കാൻ ചെയ്തെടുത്ത് തന്നെ ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി നിയോഗത്തിൽ എഴുതി വെച്ചിരുന്നു. അപ്പോൾ കൂടാതെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് പ്രാർത്ഥനാ പുസ്തകം മേടിച്ചുകൊണ്ട് കൊടുത്തു. ഇവിടുത്തെ ഉപ്പും തേനും ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു. അമ്മ ഇത് കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടൊരു കഴിഞ്ഞ ഡിസംബർ ആയപ്പോൾ ഞാൻ ഓർത്തു ഒന്നുകൂടി എന്നാൽ സ്കാൻ ചെയ്യാം, അത് മാതാവ് മാറ്റി തന്നു. എന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് വേണ്ടി ഞങ്ങൾ പിന്നെ അത് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അത് വളർന്നിട്ടുണ്ട്, വീണ്ടും മെഡിക്കൽ കോളേജിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെയും ബയോപ്സിക്ക് അയക്കാൻ പറഞ്ഞു. ബയോപ്സിക്ക് വേണ്ടി കയറ്റി കഴിഞ്ഞ് അവർ ഫ്ലൂയിഡ് കുത്തിയെടുക്കാൻ നോക്കിയപ്പോൾ അവർക്ക് ഫ്ലൂയിഡ് കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ അവർ പറഞ്ഞു അമ്മച്ചി ഇതിനകത്ത് ഫ്ലൂയിഡ് കിട്ടുന്നില്ല, ഞങ്ങളിത് അയക്കുവാണ്, 15 ദിവസം കഴിഞ്ഞ് അമ്മച്ചി ഒന്നുകൂടി പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി 15ാമത്തെ ദിവസമായപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു കിട്ടിയില്ല, റിസൾട്ട് വന്നു, അതിനകത്തൊന്നും കിട്ടിയില്ല, ഒന്നുകൂടി വന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ചെന്ന് ആ റിസൾട്ട് മേടിച്ച് ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ ചോദിച്ചു ആരോട് ചോദിച്ചിട്ട് ആ സ്കാൻ ചെയ്തതെന്ന് ചോദിച്ചു. അത് ഞാനാണ് അമ്മയോട് പറഞ്ഞത് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്ത്, അവർ പറഞ്ഞിട്ടല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ആരോട് ചോദിച്ചിട്ടാണ് സ്കാൻ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു അവിടെ അങ്ങനെ ഒരു കുഴപ്പമില്ല, സ്കാൻ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നെന്ന് പറഞ്ഞു. ഒരു മരുന്നും കഴിച്ചിട്ടുമില്ല, അതിപ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് വിട്ടു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 മാസത്തോളമായി അമ്മ യാതൊരു മരുന്നും കഴിച്ചിട്ടില്ല അതിനായിട്ട്. ഇത് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചല്ലാതെ അമ്മ ഒരു മരുന്നും ഈ തൈറോയിഡിൻ്റെ ഈ പ്രശ്നത്തിന് വേണ്ടി കഴിച്ചിട്ടില്ല. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ഇഴജന്തുക്കൾ കയറി വരുമായിരുന്നു. അതായത് ഈ കഴിഞ്ഞ 2-3 മാസം മുന്നേ സ്ഥിരമായിട്ട് വീട്ടിലും പരിസരത്തും പാമ്പ് ശല്യം ഒത്തിരി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും മണ്ണ് കൊണ്ടുവന്ന് ഇടുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു 1-2 മാസമായിട്ട് ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒന്നിനും കാണാറില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തന ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം ആദ്യമൊക്കെ എനിക്ക് കൊടുക്കാൻ നല്ല മടിയായിരുന്നു. ഞാൻ ഒന്നും പറയാല്ലാത്തവരെ മുഖം നോക്കിയൊക്കെ കൊടുക്കുള്ളായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയില്ല, എല്ലാവർക്കും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് തന്നെ കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ പത്രം കൊടുക്കുന്ന കാര്യത്തിൽ മടിയില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയാൻ അവിടെ ഞങ്ങൾക്ക് പോകാൻ എളുപ്പമുള്ള 3-4 അനാഥാലയങ്ങളുണ്ട്. അവിടെ എല്ലായിടത്തും എനിക്ക് കൂട്ടുകാരുണ്ട് അവിടുന്ന് പോകാൻ, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവർ അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാ മാസവും മാറി ഓരോ സ്ഥലത്ത് പോകുകയും അവർക്ക് എന്താ ആവശ്യം എന്ന് അവരോട് പോകുന്നതിന് മുമ്പേ വിളിച്ച് ചോദിക്കുകയും ആവശ്യം അനുസരിച്ച് അവർ പറയുന്ന സാധനം നമ്മൾ മേടിച്ചുകൊണ്ട് കൊടുക്കുകയും പിന്നെ വീടിനടുത്തുള്ള രോഗികളായിട്ടുള്ളവരെ ഡയാലിസിസ് ചെയ്യുന്നവരും ക്യാൻസർ പേഷ്യൻറ്റും അങ്ങനെയുള്ളവരെ പോയി കാണുകയും സഹായം ആവശ്യമുള്ളവർക്ക് നമ്മൾ ആ കഴിയുന്ന സഹായം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. പിന്നെ എനിക്ക് ഈ അടുത്ത ദിവസം കിട്ടിയ ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ജൂലൈ 27-ാം തീയതി സന്ധ്യക്കത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാവിൻ്റെ രൂപം എടുത്ത് ഷെൽഫിലോട്ട് വെക്കാൻ നോക്കിയപ്പം മാതാവിൻ്റെ ചങ്കയെന്നൊരു ലൈറ്റ് കത്തുന്ന പോലെ എനിക്ക് തോന്നി.
പെട്ടെന്ന് എനിക്ക് തോന്നലാണെന്നറിയാം, ഞാൻ അടുത്തിരുന്ന ഭർത്താവിനെ വിളിച്ചു ചോദിച്ചു. നോക്കിയപ്പോഴത്തേനും ഉണ്ട്, ചങ്കേന്ന് ലൈറ്റ് കത്തുന്നുണ്ട്, തലയുടെ അവിടെ നിന്ന് ഒരു വെട്ടവും കണ്ടു. പെട്ടെന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് എന്നാണെന്നറിയാൻ വേണ്ടി ഞാനത് കയ്യിലോട്ടെടുത്ത് നോക്കിയപ്പോൾ മാതാവിൻ്റെ ചങ്കേന്ന് തൈലം ഒഴുകി വന്ന് ഞങ്ങളത് ഞാനും ചേട്ടനും മോളും തൈലം ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 5-ാം തീയതി ആയപ്പോൾ ഇതുപോലെ തന്നെ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് തിരിച്ച് വെക്കാൻ തുടങ്ങിയപ്പം ചങ്കിൻ്റെ അവിടെ വന്ന് തൈലം വന്നിങ്ങനെ ഒരു ബൾബ് പോലെ തെളിഞ്ഞ് ഒരു തുള്ളി അങ്ങനെ നിന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഉടമ്പടി പുതുക്കാൻ വരാനായിട്ട് 3 മണിക്ക് 2:30 ആയപ്പം പോരാൻ വേണ്ടി വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോരാൻ വേണ്ടി മാതാവിൻ്റെ രൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോരാൻ വേണ്ടി തിരിച്ചെടുത്ത് വെക്കാൻ തുടങ്ങിയപ്പം ഇതുപോലെ തന്നെ തൈലം വന്ന് ചങ്കേന്ന് ഒഴുകി നിൽക്കുന്നതായിട്ട് കണ്ടു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം. ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും. എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശയർപ്പിക്കുന്നത്. ശോഭന രാജേന്ദ്രൻ എന്ന ഈ മകൾ തൻ്റെ അമ്മയോടും മകനോടുമൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങൾ ദൈവത്താൽ സാധ്യമാണ് എന്ന് ഏറ്റുപറയുകയാണ്. ക്രൈസ്തവരായ ഈ മക്കളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് ദൈവപിതാവ് നൽകിയിരിക്കുന്ന ഈ പ്രാർത്ഥനാ പദ്ധതി ഉടൻ പരിഹാരം നൽകുന്ന മരിയൻ ഉടമ്പടി പ്രാർത്ഥനയാണ്. നാം ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ എത്ര തന്നെ സങ്കടങ്ങളുള്ളതായാലും എത്ര തന്നെ പ്രതിസന്ധികളുള്ള കാര്യങ്ങളായാലും അതിനെ പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് വേണ്ടി ജാമ്യം നിന്നുകൊണ്ട് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു തരും. അതിനുവേണ്ടി നമ്മെ മുന്നോടിയായി ഒരുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ശോഭന ഇവിടെ ഏറ്റുപറഞ്ഞത്. മകൻ്റെ ജോലി സ്ഥലത്ത് അവിടെ ഒരു താമസിക്കാനുള്ള സൗകര്യം ലഭിക്കാതിരുന്ന ഒരു സങ്കട സമയത്ത് അമ്മ പ്രാർത്ഥിക്കുമ്പോൾ 4 എന്ന ഒരക്കം അവരുടെ തിരിയിൽ കാണുകയും അവർക്ക് ആ ഒരു വിശ്വാസം പരിശുദ്ധ അമ്മാതെ അതാ ഞങ്ങൾക്ക് വേണ്ടി ഈശോയിൽ നിന്ന് ആ 4 എന്ന ആ നമ്പറിൽ ആ ഡേറ്റിൽ എന്തോ എനിക്ക് ചെയ്യാൻ പോകുന്നു. അത് അടുത്ത മാസം ആ 4-ാം തീയതി മകനൊരു താമസ സ്ഥലം നൽകി അനുഗ്രഹിച്ചതായി അമ്മ ഇവിടെ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ ശോഭനയ്ക്കുണ്ടായിരുന്ന വെരിക്കോസ് വെയിൻ, ബ്രസ്റ്റിലെ ലംബ്, ഇങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും ഇവർക്കുണ്ടായിരുന്ന ഡോക്ടറിലൂടെ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിലൂടെ മാറിപ്പോകാൻ ഹീൽഡ് ആവാൻ സാധ്യതയില്ലാത്ത രോഗങ്ങളെല്ലാം തന്നെ ഇവരുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വിശ്വസ്തതാപൂർവ്വം വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ് അവർക്ക് സൗഖ്യപ്പെട്ടതെന്ന് കൂടി ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ അമ്മയുടെ തൈറോയിഡിൽ ഉണ്ടായ സമയത്തുണ്ടായ മുഴ പല പ്രാവശ്യം സ്കാൻ ചെയ്തിട്ടും അത് ഒരു പക്ഷേ ഒരു അപകടകരമായ രോഗാവസ്ഥയിലേക്ക് മാറിപ്പോകായിരുന്നു. പക്ഷേ സ്വപ്നത്തിലൂടെ അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തു. ഇതൊരു രോഗത്തിലേക്കല്ല, പക്ഷേ അതൊരു സൗഖ്യത്തിലേക്കാണ്. ആ സ്വപ്നത്തിലൂടെ ഒരു നഴ്സ് വന്ന് അവരെ സൗഖ്യപ്പെടുത്തുന്നതായ ആ മുഴ കാണാതായി എന്ന് ശോഭനയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാമീപ്യം അവർക്കുണ്ടായത് പല തവണയായി പരിശുദ്ധ അമ്മയുടെ ആ തിരുസ്വരൂപത്തിൽ നിന്ന് അവർക്ക് പ്രകാശം കാണുകയും അവിടെ നിന്ന് വിശുദ്ധ തൈലം ഒഴുകുന്നതായും അവർക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചതായും ഒക്കെ അവർക്ക് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചു. ഇങ്ങനെയുള്ള അത്ഭുത പ്രതിഭാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളതാണ്. ആ പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിലൂടെ ഈശോ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഈശോ മാത്രമാണ് ഏകരക്ഷകൻ. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ ഈശോയുടെ നാമം മാത്രമാണ് നമുക്ക് രക്ഷയ്ക്കായിട്ടുള്ളൂ എന്ന് ഏറ്റുപറയാനുള്ള സാധ്യത കൂടി പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും കൂടിയാണ്. ശോഭനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിലെ എല്ലാ സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും രോഗാവസ്ഥകളെയും നമുക്ക് ഉടൻ പരിഹാരം ലഭിക്കേണ്ടതായ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു